സക്സസ് ഈസ് എ പബ്ലിക് ഇവന്റ് ബട്ട് സ്ട്രഗിൾ ഈസ് പ്രൈവറ്റ്. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ വിജയിച്ച ആളുകളുടെ സക്സസിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വലിയ സ്ട്രഗിളിൻ്റെ കഥ കൂടിയുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കഥകളാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാങ്കിൻ്റെ കഥ. ഇന്ന് റാങ്കിൻ്റെ കഥയിൽ നമ്മുടെ കൂടെയുള്ളത് കഴിഞ്ഞ SSC CGL 2025 പരീക്ഷ ഉയർന്ന റാങ്കോട് കൂടി ജയിച്ച 3 പേരാണ്. ഒന്ന് മുഹമ്മദ് സാലി, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് കേരളത്തിൽ റാങ്ക് 3 ആണ്. പിന്നെ രോഹിത് ജോസ്, കേരള റാങ്ക് 9 ആണ്, പ്രിവെൻറ്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസറാണ്, ഇൻസ്പെക്ടർ അല്ലേ. അടുത്ത് ലാവണ്യ കേരള റാങ്ക് 4 ആണ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ കാറ്റഗറിയിൽ ടോപ്പിൽ വന്നു അല്ലേ, 1ാം റാങ്ക് അതിന് മുമ്പ് റാങ്ക് വന്നു. അങ്ങനെ കാറ്റഗറി ഒന്നും ഇല്ല, എന്നാലും അല്ലേ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ലാവണ്യ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? റിസൾട്ടൊക്കെ വന്നു, ഒരു 10-15 ദിവസം മുമ്പ് വരെ ഒരു ജോലി ഇല്ലാത്ത, അല്ലെങ്കിൽ വെറുതെ എവിടെ ഇരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്. എന്താണ് ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നു? ശരിക്കും ആ ഒരു ഫീലിംഗ് സിങ്കിനായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊക്കെ ആരിലൊക്കെ പറയുമ്പോൾ, ഇപ്പൊ റൂംമേറ്റ്സ് ഒക്കെ പറയും ചേച്ചി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഫീലിംഗ് സിങ്കിനായിട്ടില്ല. പക്ഷെ എന്നാലും സന്തോഷം. പിന്നെ വീട്ടിലൊക്കെ കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നു ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ. എന്താ പറയുന്നത് വീട്ടുകാരൊക്കെ? സന്തോഷം. റിസൾട്ട് വന്നിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇപ്പോഴാ നമ്മുടെ അതേ സർക്കിൾ തന്നെ റീഡിംഗ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പയ്യെ ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് നാട്ടിൽ പോകണം. മിസ് ചെയ്യോ റീഡിംഗ് റൂം? ഒരുപാട്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അവിടെ തന്നെ ആയിരുന്നല്ലോ. കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് അറിയണമെങ്കിൽ ഒന്ന് വീട്ടിൽ ചെന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും രസമായിരിക്കും. ഒരു എന്താ പറയാ, ഒരു ഫ്രീഡം കിട്ടിയ പോലെ തോന്നുന്നുണ്ടോ? ഏകദേശം അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെങ്കിൽ ഒന്ന് വീട്ടിൽ ചെന്ന് 2 ദിവസം നിന്ന് കഴിയുമ്പോൾ അറിയാം ആൾക്കാരുടെ സമീപനത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ. ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, സാലി എന്ത്? ഞാൻ റിസൾട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ നാട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഏകദേശം എക്സ്പെക്റ്റഡ് ആയിരുന്നു. നല്ല ഡിഫറൻസ് ഉണ്ട്, നാട്ടിൽ വീട്ടിൽ എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. വേറൊരു ലൈഫിലെത്തിയ പോലെ ഉണ്ട്. നല്ല സന്തോഷം. സ്വീകരണങ്ങൾ കിട്ടുന്നുണ്ടോ? ഇഷ്ടം. നാട്ടിൽ പോകാത്തതുകൊണ്ട് ഡെയിലി 2 ദിവസം കൂടുമ്പോൾ സ്വീകരണം ഫുൾ തിരക്കന്നെ. ബിസി ലൈഫാണ് ഇപ്പം അല്ലേ? ഓക്കെ, അങ്ങനെ ആ റിസൾട്ട് വന്ന ദിവസം ഒന്ന് ശാലിന് പറഞ്ഞു. റിസൾട്ട് വന്ന ദിവസം എന്തായിരുന്നു? എന്താ പറയുക, ഉമ്മ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. നമുക്ക് അങ്ങനെ പറയേണ്ടത്, ഉമ്മക്കൊന്നും അറിയില്ലായിരുന്നു. എക്സാം കഴിഞ്ഞതിലും അറിയില്ല, എക്സാം റിസൾട്ട് ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ പറയണത് നമുക്ക് അറിയില്ല. ഫുൾ സ്റ്റക്കായി പോയി. എന്നിട്ട് പിന്നെ ഉമ്മ ഫാമിലി ഫംഗ്ഷന് പോയി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉമ്മ വരുന്നത്. അപ്പം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഭയങ്കര ഇമോഷണലായി. ഉമ്മയുടെ നേരത്തെ മാർക്ക് കിട്ടിയൊന്നും പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞില്ല. പരീക്ഷ കഴിഞ്ഞത് ഒന്നും പറഞ്ഞില്ല. പരീക്ഷ ഒന്നും പറഞ്ഞില്ല. നല്ല മാർക്കാണ് ഒന്നും പറഞ്ഞില്ല. പിടിച്ചതെന്ന് ലാസ്റ്റ് ഫാമിലി ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന് ഉമ്മയാനെത്തി ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ ഉമ്മ ഭയങ്കര ഇമോഷണലായി, കെട്ടിപ്പിടിക്കുക ചെയ്ത്. പിന്നെ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ ഭയങ്കര ഇമോഷണലായി. ഗൾഫിലാണല്ലേ? വീട്ടിലെ അനിയനും അനിയത്തി. എനിക്കൊന്ന് സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നട്ടപ്പാതിരക്കാണ് റിസൾട്ട് വന്നത്. പലപ്പോഴും പല ആൾക്കാർക്ക് ആ റിസൾട്ട് വരുന്ന ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പല കുട്ടിയോട് അവർ പറഞ്ഞത് രാത്രി ആയിരുന്നു, വീട്ടുകാരെല്ലാം ഉറങ്ങായിരുന്നു, രാവിലെ ആയപ്പോഴാണ് അവർക്ക് അവർ എക്സൈറ്റ്മെന്റ് വന്നതൊക്കെ. ഇവിടെ നമുക്ക് ഇപ്രാവശ്യം വൈകുന്നേരം 4 മണി 4:30 ആയപ്പോഴാണ് വന്നത്. എന്തായിരുന്നു? എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടായില്ല. ഞാൻ ഇവിടെ റിസൾട്ട് വരാനായിട്ട് കുറേ നാളിവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇലക്ഷൻ്റെ തലേദിവസമായിരുന്നല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാനായിട്ട് നാട്ടിൽ പോയി. വീട്ടിലെത്തി ഒന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി ഇരിക്കാത്ത ഫോണിലേക്ക് കോളുകൾ വരുന്നുണ്ട്. അപ്പം എടുത്ത് നോക്കുമ്പോഴാണ് ഇത് അറിയണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പേ മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പോഴോട് പറഞ്ഞു റിസൾട്ട് വന്നു, കൺഫർമേഷനായി. ഇപ്പം നേരത്തെ മാർക്ക് വന്നുകൊണ്ട് ഏകദേശം ഈ പോസ്റ്റൊക്കെ ആയിരിക്കും എന്ന് അറിയാം. എന്നാലും ഒരു ക്ലോഷർ കിട്ടിയപ്പോൾ ഒരു രസമായിരുന്നു. അപ്പോൾ അമ്മയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അമ്മ വരുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. അന്ന് ചേച്ചിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി. എല്ലാവരും വീട്ടിലൊന്ന് കൂടി രസമായിരുന്നു. കേക്കൊക്കെ കെട്ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഒക്കെ. അളിയൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. എല്ലാവരും കൂടി കുഞ്ഞുണ്ടായിരുന്നു. സാധാരണ ഫുൾ ടൈം ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്ന ഒരാളാണ്. റിസൾട്ട് വന്ന ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭാഗ്യത്തിന് അന്ന് രാവിലെ നാട്ടിൽ പോയിരുന്നു അല്ലേ? രാവിലെ എങ്ങനെ തോന്നുന്നു? ഞാനും ഇതുപോലെ ഇലക്ഷനായിട്ട് വീട്ടിൽ പോകുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോഴാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിസ്റ്റ് 3 ഉണ്ട്. അപ്പം പൊതുവെ Tier 1 ലിസ്റ്റ് 3 ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം അത് എടുത്ത് നോക്കിയപ്പോൾ അത് വിത്ത് കാൻഡിഡേറ്റ്സിൻ്റെ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനെടുത്ത് പേര് സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ പേരില്ല. പെട്ടെന്നൊരു നിമിഷം ഞാൻ എന്തോ ആയി പോയി. പിന്നെ പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി സെർച്ച് ചെയ്തു. അപ്പോൾ വിത്ത് കാൻഡിഡേറ്റ്സ് പിന്നെ പോയി തപ്പി കണ്ടുപിടിച്ച് കറക്റ്റ് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഫസ്റ്റ് എൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ട് മേലുള്ള കുട്ടിക്ക് OS ആണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇനി OS കിട്ടുമോ ഇൻകം ടാക്സ് കിട്ടുമോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ 1-2-3 വട്ടം വീണ്ടും നോക്കി. അങ്ങനെ കൺഫേം ചെയ്തപ്പോൾ സന്തോഷം. അതായത് ഒന്ന് പേടിച്ചു അല്ലേ? അതായത് കമ്പ്യൂട്ടറിന് മാർക്ക് കുറഞ്ഞു പോയോന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇതായിപ്പോയി. ലവണ്യയോടെ ചോദിക്കാൻ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ലവണ്യ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അത്യാവശ്യം ലാസ്റ്റ് അറ്റംപ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് വീണ്ടും തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇന്ന് എന്നെ കാണാൻ ഒരു കുട്ടി വന്നായിരുന്നു, ഒരു കോട്ടയത്ത് നിന്ന് ഒരു കുട്ടി വന്നായിരുന്നു. അപ്പോൾ അവർ അത്യാവശ്യം ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇപ്രാവശ്യം. അപ്പോൾ അവരെന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ലാവണ്യൻ്റെ നമ്പർ തരുമോ സാറ്, ഇന്റർവ്യൂ ചെയ്യുമോ? അപ്പോൾ ലാവണ്യ, കാരണം അവർക്ക് എന്താ വെച്ചാൽ ഈ കുറച്ച് ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്ക് വളരെ ടെൻഷനാണ്, ഇത് കിട്ടുമോ, നമ്മളെ കൊണ്ട് പറ്റുന്ന സാർ. ഏർലി ഏജിൽ തുടങ്ങുന്ന ആൾക്ക് അവരുടെ മൈൻഡ് സെറ്റാണ് ഒരുപാട് അറ്റംപ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇങ്ങനെ കുറച്ച് അറ്റംപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലേറ്റ് ആയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രഷറും കാര്യങ്ങളൊക്കെ? എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും വീട്ടിൽ പ്രഷറൊക്കെ ഉണ്ടാവും. വീട്ടിൽ ചിലപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രഷറൊക്കെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നമ്മൾ ആ ഒരു സോക്കോൾഡ് സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഏജ് ആയിട്ട് ഒരു പെൺകുട്ടി ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത്? എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഞാൻ PG കഴിഞ്ഞപ്പോൾ PhDക്ക് എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ PhDൻ്റെ സീനിയേഴ്സൊക്കെ കാണുന്നുണ്ട്, അവരും എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷനാണ്. ഇപ്പോൾ PhD ആണെങ്കിൽ പിന്നെ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ, പിന്നെ ഒരു ജോലി സെക്യൂർ ചെയ്യാനൊക്കെ എല്ലായിടത്തും കോമ്പറ്റീഷനാണ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി, അങ്ങനെ ഒരു ഇതിനാണ് ഞാൻ എന്നാൽ SSC ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു. ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ കുറച്ച് സപ്പോർട്ട് കിട്ടി. അച്ഛൻ പറഞ്ഞു, എന്നാലും നീ പൊയ്ക്കോ, ഞാൻ ഇതുപോലെ ഇങ്ങനെ അടുത്ത് പോയി പഠിക്കാം, വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ബാച്ച് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ കറക്റ്റ് അല്ലായിരുന്നു നല്ല രീതിയിൽ. അതിനുശേഷമാണ് ബ്രേക്ക് വന്നു. അപ്പോൾ PG ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ വന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 28 വയസ്സായി, അപ്പോൾ ജോലിയില്ല, ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. 2 അറ്റംപ്റ്റേ ഉള്ളൂ. എന്ത് സംഭവിക്കാം, കുറേ പോസ്റ്റുകൾ കിട്ടില്ല. ഒരു ജോലി വാങ്ങണമെങ്കിൽ നല്ലൊരു സ്കോർ തന്നെ വേണം. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എത്താൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അറിയില്ല. എനിക്ക് ഏറ്റവും വലിയ പേടി ഞാൻ അതിനുള്ള എഫേർട്ട് ഇടുമോന്നായിരുന്നു. കാരണം എനിക്ക് കുറച്ചൊക്കെ പഠിക്കാൻ കുഴപ്പമില്ല, ഒരു ഗുഡ് സ്റ്റുഡൻ്റ് ആണ്, ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും അല്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ നമുക്ക് എഫേർട്ട് ഇടുക എന്നൊരു കാര്യമുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫോൾ ബാക്ക് ചെയ്യാനൊന്നുമില്ല. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ 29 വയസ്സായി, ജോലി ഇല്ലാത്ത ഒരാളായി. പിന്നെ ഒരു അറ്റംപ്റ്റ് അങ്ങനെ വിചാരിച്ചിരുന്നാലും എന്താ സംഭവിക്കുക ഓരോ അറ്റംപ്റ്റും. അപ്പോൾ ഓരോ അറ്റംപ്റ്റും പ്രഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഡെയിലി പുഷ് ചെയ്യാനൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അതായത് ഇനി ഒരു അറ്റംപ്റ്റ് മുന്നിൽ ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ അവസാനം അല്ലേ? ഇനി ഒരുപാട് ഇപ്പോൾ ഞാൻ നേരത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇനി അറ്റംപ്റ്റ് ഉണ്ട്. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്നത് എൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. പക്ഷെ അപ്പോഴും എനിക്ക് കുറേ ഉണ്ട് എന്തോ ഉള്ളൊരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിത് വേണം എന്നുള്ളൊരു നല്ലൊരു വാശി ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇനി ഒരു അറ്റംപ്റ്റ് കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ജൂണിലാണ് വരുന്നത്. അപ്പം ഓഗസ്റ്റിലായിരുന്നു ആദ്യം എക്സാം പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ എന്നാൽ ഇനി 2-3 മാസമേ ഉള്ളൂ, എന്നാൽ ഈ അറ്റംപ്റ്റ് വേണ്ട, അടുത്ത അറ്റംപ്റ്റ് നോക്കാം, അങ്ങനെ വിചാരിച്ചിരിക്കാനുള്ള ടൈമില്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല, അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ കുറേ പിന്നെ എന്തൊക്കെയോ ഫാക്ടേഴ്സ് കറക്റ്റായിട്ട് വന്നു. എക്സാം കുറച്ച് ഡിലേ ആയി, സെപ്റ്റംബറിലായി, കുറച്ച് ടൈം കിട്ടി, പഠിക്കാൻ പറ്റി. എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ കറക്റ്റ് ചെയ്യുക, നമ്മുടെ കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ചെയ്യുക, ബാക്കിയെല്ലാം പിന്നെ ഓക്കെ. ഇപ്പോൾ സാലി നേരെ ഓപ്പോസിറ്റ് ആണ്. ലാവണ്യ കുറച്ച് ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ സാലി വളരെ ഏർലി ഏജിൽ, എനിക്ക് തോന്നുന്നു ഇവിടെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് 20-21 സാറിന്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ഒരു 23-24 വയസ്സിലാണ്. കാരണം എനിക്കിതിനെപ്പറ്റി അറിയില്ല. സാലി എങ്ങനെ ഈ യങ് ഏജിൽ എങ്ങനെയാണ് ഈ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ SSC പറ്റി അവയർനെസ്സും കാര്യങ്ങളും ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഇതിലോട്ട് എത്തി? ഒരു 23 ഏജ് അല്ലേ? 23 ഏജ് ആയപ്പോഴേക്കും ഞാനൊക്കെ ഇതിലോട്ട് ഇറങ്ങുന്ന വയസ്സിൽ ഓൾറെഡി ക്ലിയർ ചെയ്ത് ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകുമ്പോൾ, അപ്പോൾ ഞാനൊക്കെ CBL ഇറക്കിയ സമയത്ത് നമുക്ക് 29 വയസ്സ് നമ്മൾ കയറുന്നേ ഉള്ളൂ. ആ സമയം ഹിന്ദിക്കാരൊക്കെ ഞാൻ കാണാറുണ്ട് 22-23 വയസ്സിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയുന്ന സമയത്ത് പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെ ക്വാളിഫൈഡ് ആയി. എങ്ങനെയാണ് നേരത്തെ ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ ഏർലിയാന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഏർലിയാണ്, ആരും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല, അങ്ങനെ മനസ്സിലായത്. പിന്നെ ആക്ച്വലി പറയാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എൻ്റെ കറക്റ്റ് സമയമാണ്. മീൻസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിക്ക് ഇപ്പം തന്നെ ആവശ്യമാണ്, കറക്റ്റ് സമയത്താണ് ഉള്ളത്. കുറച്ച് ലേറ്റ് ആയെന്നാണ് സംശയം. അങ്ങനെയാണ് ഫാമിലി സെറ്റപ്പ്. അങ്ങനെ ഏർലി അല്ല ലേറ്റ് അല്ല, ഒരു കറക്റ്റ് സമയം പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ലേശം. ഓക്കെ. നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവെ ആൾക്കാർ ഈ സാലി ക്ലിയർ ചെയ്യുന്ന ഒരു ഏജ് ആവുന്നത് തുടങ്ങാൻ ആ സമയത്തെ ക്ലിയർ ആയി പോയിട്ടുണ്ട്. എവിടെ അവയർനെസ് ഒക്കെ എവിടെ കിട്ടി? ഈ SSC പറ്റി എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പം അടുത്ത എല്ലാ കുറച്ചൊക്കെ ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഡിഗ്രി കഴിഞ്ഞ് വാടന കയറിയ ആൾക്കാരുണ്ട്, MA ഒക്കെ കയറിയ ആൾക്കാരുണ്ട്. അപ്പം ഓരൊക്കെ ആണ് ഇൻസ്പിറേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി ഉണ്ട് മനസ്സിലായത്. റോജോ എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് എത്തിയത് കാര്യങ്ങളൊക്കെ? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നു. പിന്നെ എത്ര ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നോ? 8 ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എഴുതി തീർത്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, അവിടെ UPSC കോച്ചിങ് നോക്കുന്നുണ്ടായിരുന്നു. 24 പ്രിലിംസ് എഴുതി. അപ്പോൾ ഒട്ടരി ഒന്നും നടപടിയാവില്ല, കുറച്ച് ടൈം വേണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SSCയെ പറ്റി അറിയുന്നത് തന്നെ. ജൂൺ 24 ആ ഒരു സമയത്താണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ജൂൺ 24 പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി, പക്ഷേ മെയിൻസിനോട് അങ്ങനെ എനിക്ക് ക്ലിയർ ആവുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് മെയിൻസിന് വേണ്ടി അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്. കഴിഞ്ഞ Tier 2 ശേഷമാണ് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയത്. അതാണ് അന്നോട്ടാണ് ഇവിടെ വരുന്നത്, സിമിലറി വരുന്നു, പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകുന്നു. ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ക്ലിയർ ഇത് സെക്കൻഡ് അറ്റംപ്റ്റ്. റോജോനോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. റോജോ, ഞാൻ ഇപ്പോൾ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഈസ്റ്ററിന് നോക്കുമ്പോൾ റോജോ ഇവിടെയുണ്ട്, ക്രിസ്മസിന് നോക്കുമ്പോഴും റോജോ ഇവിടെയുണ്ട്. എങ്ങനെയാണ് നമുക്കിപ്പോൾ എങ്ങനെയായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ആഘോഷത്തിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയായാലും വീട്ടിൽ പോകാനും ആൾക്കാരെ കാണാനും ഒക്കെ നമുക്കൊരു ഇത് വരും നമ്മളെ പഠന. പക്ഷെ അതിലൊന്നും പോവാതെ ഇവിടെ ഇരുന്ന് എന്തായിരുന്നു അപ്പം മനസ്സിലെന്തായിരുന്നു ആ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ? അത് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലായിരുന്നു. കാരണം എനിക്കിവിടെ ഒരു ഓക്കെ സോഷ്യൽ ലൈഫ് ഉണ്ട്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. ശരി, എന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് വീട്ടുകാർക്കായിരിക്കും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ അവൈലബിൾ അല്ലാത്ത അവർക്കാണ് എന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട്. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർ എന്നെ അറിയിച്ചിട്ടില്ല. അവർ മാക്സിമം ഈ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതുകൊണ്ട് അവർ ഫുള്ളി സപ്പോർട്ടീവ് ആയിരുന്നു. എന്നോട് ഇതുവരെ ഒരു ആവശ്യത്തിന് ഒരു ആകെ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് മാത്രം ഒന്ന് വരാൻ പറഞ്ഞായിരുന്നു. അതല്ലാതെ വേറെ ആവശ്യങ്ങൾക്കൊന്നും എന്നെ നിർബന്ധിച്ചിട്ടില്ല, ഒന്നിനും വന്ന് അവിടെ കൂടണം നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സുഖം. ഇപ്പൊ എനിക്ക് ഒന്ന് ഓടി നടന്ന് കല്യാണം കൂടാൻ തോന്നുന്നു അല്ലേ? ഇന്നിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ് വന്നാന്ന് തോന്നുന്നു. എല്ലായിടത്തും പോകും അങ്ങനെ ഇനിയിപ്പോൾ എല്ലാ കല്യാണത്തിനും പോകും. ഓക്കെ, ഏതായാലും ഈ എങ്ങനെയായാലും പ്രിപ്പറേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും അല്ലേ? ചില സമയത്ത് നമ്മൾ എപ്പോഴും ഇപ്പം നമ്മൾ റോബോട്ടിനെ പോലെ ഇങ്ങനെ ഫുൾ മോട്ടിവേറ്റ് ആയിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇതൊന്ന് നിർത്തിപ്പോവാം, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് കാര്യങ്ങൾ? ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതിലിറങ്ങി? ഭയങ്കരമായിട്ടും ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അത് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കാതിരിക്കും. നമ്മുടെ ടൈം ഭയങ്കര പാക്ഡ് ആണ്. നമുക്ക് ഈ വിഷമിച്ചിരിക്കാൻ സമയമില്ല, കാരണം കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പോയി മോക്കടിക്കും. അപ്പോൾ കുറച്ച് ഒന്നേ വിഷമം മാറും, ഒരിത്തിലൂടെ കൂടും. അങ്ങനെയൊക്കെയാണ്. ആ ഫ്ലോയിൽ അങ്ങ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അധികം അങ്ങനെ ബാധിക്കുന്നില്ല. പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഭയങ്കര ലോ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അത് ഈ ചെറിയ ലോ വന്നാലും അടുത്ത ഹൈ ഉടനെ വരും എന്നുള്ളൊരു നമുക്കൊരു വിശ്വാസമുണ്ട്. എങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു മോട്ടിവേറ്റ്? അതോ സ്വയം? തീർച്ചയായിട്ടും സാർ, എൻ്റെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തൊട്ട് റീഡിങ് റൂം വരെ 24 മണിക്കൂർ എൻ്റെ ഒപ്പം എന്നെ പോലെ തന്നെ എഫേർട്ട് ഇടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഡൗൺ ആയാലും ഇപ്പം എനിക്കിന്ന് വരണ്ട, മടി പിടിച്ചിരിക്കണം എന്ന് തോന്നിയാലും അവരൊന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ രാവിലെ പോകാൻ പറ്റില്ല അല്ലേ? അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെയാണെങ്കിൽ ഒറ്റയ്ക്ക് ആയിരിക്കുമല്ലോ, ഹോസ്റ്റലിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കും രാവിലെ വൈകുന്നേരം വരെ. അതിൽ നല്ലത് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി, എല്ലാ ദിവസവും എന്തെങ്കിലും കുറച്ച് നോക്കിയില്ലെങ്കിൽ ഒരു പീസ് കിട്ടൂല. ലാവണിക്ക് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 2021 ആദ്യം പ്രിപ്പറേഷൻ എടുത്തു, പിന്നെ ബ്രേക്ക് എടുത്ത് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലെന്നൊരു സംശയം എന്തായാലും ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നിർത്തി പോകണം, അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള തോന്നിയ ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മൊത്തം പ്രിപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 2021-22 അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെയിം ഇയർ ആണ് നടന്നത്. 23 പ്രിലിംസ് ക്ലിയർ ആയില്ല. അപ്പം ഞാൻ SSC വേണ്ടാന്ന് വെച്ചിട്ട്, അപ്പം ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, PG സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇനി SSC ഇല്ല എന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇനി SSC ഒന്നും നോക്കുന്നില്ല. ബുക്കൊക്കെ എടുത്ത് എവിടെയോ കളഞ്ഞു. ഒരു 2 PYQന്റെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ അറ്റംപ്റ്റിൽ എനിക്ക് നിർത്തി പോവാം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ തന്നെ ചൂസ് ചെയ്ത് എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ റീഡിംഗ് റൂമിൽ റെഗുലറായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2-3 ദിവസം എക്സാമിനൊരു 1.5 മാസം മുന്നേ, Tier 1 മുന്നേ എനിക്ക് പഠിക്കാനേ പറ്റുന്നില്ല. എക്സാം ഉണ്ട് നമുക്കറിയാം, പക്ഷേ റൂമിലിരുന്നിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റീഡിംഗ് റൂമിൽ വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഉണ്ടാവും ചില സമയങ്ങളിൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല, മടി വരും. പഠിക്കണം എന്നറിയാം, എക്സാം ആണെന്നറിയാം, പക്ഷെ എന്നാലും പഠിക്കില്ല. അപ്പോൾ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരോട് സംസാരിക്കുക, അവർ നമ്മളെ പുഷ് ചെയ്യും. അപ്പം ആ ഒരു സർക്കിളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ താണു പോകുന്ന സമയത്ത് നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ പഠിക്കാതെ ഉഴപ്പുന്ന സമയത്ത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക്. എനിക്ക് അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ റൂംമേറ്റ്സ് ആണെങ്കിലും എന്നെക്കാൾ ഇളയ കുട്ടികളാണ്. 2 പേരും ഇവിടെ തന്നെ പഠിക്കുന്നവരാ. ഒരാൾ എന്നെക്കാൾ 10 വയസ്സ് ഇളയതാ. അപ്പൊ ഞാൻ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് പറയും, ചേച്ചി പഠിക്കുന്നില്ല, വെറുതെ കിടക്കുക, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് ഭയങ്കര നല്ല റൂംമേറ്റ്സ് ആയിരുന്നു 3 പേരും. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ റീഡിംഗ് റൂം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആകെ ഒരു ടേബിളാണ് റൂമിലുള്ളത്. അപ്പം അത് എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തരും. അവർ അവിടെ ഇരിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിൽ പോലും എനിക്ക് മാർത്തിന്, ചേച്ചി പഠിച്ചു, ചേച്ചിക്ക് എക്സാം ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് മാർത്തിനും ഭയങ്കര. ഞങ്ങൾ ഒരുമിച്ച് ഇടയ്ക്ക് GK ഒക്കെ പഠിക്കും. അവര് നല്ലൊരു സർക്കിളായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടുന്ന് ചെന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഞാൻ ചെല്ലുന്നത്. പിന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പം എല്ലാ രീതിയിലും ഹെൽപ്പ്. ഞാൻ വീട്ടിൽ തന്നെ അധികം ഡിസ്കസ് ചെയ്യാറില്ല ഒരുപാട് അതിനെ പറ്റിയൊന്നും. പക്ഷെ
ബാക്കിയുള്ള സർക്കിളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ വരുന്നതന്നെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു റീഡിംഗ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ രാവിലെ വരുമ്പോഴേ ആൾക്കാരെ കാണുന്നു, രാത്രി പോകുമ്പോഴും അതേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഇത് നമ്മളെ കോമ്പറ്റീഷൻ ആണെന്നുള്ളത് കാണാനല്ലേ. അതെ അതെ നമ്മളൊന്ന് ബാക്കിലോട്ട് പോയാൽ ബാക്കി ആളുകൾക്ക് ഇതുപോലെ പഠിക്കുന്ന ഒരു പേടി വരുള്ളൂ. അത് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഡൗൺ ആകുമ്പോൾ ഡൗൺ ഇരുന്ന് പോകാതിരിക്കുക. പിന്നെ ഡൗൺ വരും, ചിലപ്പോൾ 1-2 ദിവസം പോകും. പക്ഷെ അത് ഓർത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിൽ നല്ലത് അടുത്ത ദിവസം തൊട്ട് വീണ്ടും പഠിച്ചു തുടങ്ങും. ശാലി കഴിഞ്ഞ മെയിൻസ് എഴുതിയിട്ട് കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് മാർക്ക് കുറഞ്ഞു അല്ലേ? ആ സമയത്തൊക്കെ എന്തായിരുന്നു, എങ്ങനെയാ ഡൗൺ ആയോ? എന്നിട്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സമയം ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ ഇങ്ങനെ വിളിക്കും, കാര്യങ്ങൾ പറയും. അപ്പം ഭയങ്കര റെഡിയാവും. പിന്നെ കഴിഞ്ഞ വർഷത്തെ അച്ചീവറായിട്ട് നെബുഹാൻ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആ സമയത്ത് പഠിച്ചോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് വന്നപ്പം എൻ്റെ ലൈഫും എൻ്റെ പ്രിപ്പറേഷനും രണ്ട് സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത്, ലൈഫിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ബാധിക്കാത്ത രീതിയിൽ എൻ്റെ ലൈഫിനെ ഞാൻ സിസ്റ്റം ഉണ്ടാക്കി, ഫുൾ ഐസൊലേറ്റ് ആക്കി. ലൈഫും പ്രിപ്പറേഷനും നല്ല ഐസൊലേഷനായി, അതൊരു വേറെ കാര്യം, അത്ര നല്ല കാര്യമൊന്നുമല്ല, എന്നാലും അതുകൊണ്ട് ഉപകാരമുണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് സക്സസ് മീറ്റ് ആണെന്നുകൊണ്ട് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിയെ കാണാൻ വേണ്ടി മാത്രം ഇടക്കൊന്ന് വീട്ടിൽ വരും, ബാക്കിയുള്ള സമയം അതൊരു സിസ്റ്റമാണ്. ഒരു ഫോർട്ട്നൈറ്റിൽ കറക്റ്റ് 14 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകും, 2 ദിവസം കഴിയുമ്പോൾ വരും, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത്. ആരായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ എന്ന് പറയാൻ? ആരായിരുന്നു കാര്യങ്ങളൊക്കെ? മോട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ഫാമിലി തന്നെ ഒരു മോട്ടിവേഷൻ. ഫാമിലി നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാർ, ഒന്നും അങ്ങനെ പ്രഷർ ചെയ്യില്ല, ഒന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഫുൾ എൻ്റെ ലൈഫ്, എൻ്റെ ഫ്രീഡം ഫുൾ, നീ പഠിച്ചോ, ഒന്നും നോക്കണ്ട, ഇതുവരെയായിട്ട് ഇറങ്ങിക്കോ എന്നുള്ളത് അല്ലേ? അതന്നെ വലിയ മോട്ടിവേഷൻ. പിന്നെ റോജന്റെ അന്ന് സക്സസ് മീറ്റ് നോക്കുന്ന ഫാമിലി മൊത്തം എല്ലാവരും ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എനിക്ക് ആ ഒരു അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും അച്ഛനായാലും അമ്മയായാലും ചേച്ചിയായാലും ഒക്കെ ഹാപ്പിയാണ്. ആരാ ശരിക്കും ആരാ റിയൽ ഭയങ്കര മോട്ടിവേഷൻ? ആരാ വീട്ടില് എല്ലാരും തന്നെ, ഒരാളുടെ മാത്രമല്ല, അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. എനിക്കില്ലാത്ത കോൺഫിഡൻസ് ആണ് അവർക്ക് ഇത് ക്ലിയർ ചെയ്യുന്നുള്ളത്. അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഒത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, എന്തായാലും കിട്ടുമെന്നൊരു അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഫാമിലിയേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട്. വീട്ടുകാർക്ക് അറിയില്ല നമ്മൾ കൃത്യമായിട്ട് ഈ മോക്കിന്റെ സ്കോർ കുറയുന്നു കൂടുന്നു ഇവർ പറയുമ്പോഴൊന്നും അവർക്ക് ചിലപ്പോൾ അത്രയും മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരോട് പറയുമ്പോൾ അവർക്ക് കൃത്യം അറിയാം. ഇപ്പം നമ്മൾ മിഷൻ ബാച്ചിലെയും അല്ലെങ്കിൽ ക്രാഷ് ബാച്ചിലെയും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവർ കൃത്യം പറഞ്ഞും തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ബെറ്റർ ആക്കാൻ. GK ഇത്തിരി സ്കോർ കുറവാണ്, അല്ലെങ്കിൽ മാത്സ് റെഡി ആകുന്നില്ല ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കുറേ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവരെയാണ് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഫാമിലി നിന്ന് സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലാതെ നടക്കില്ല. പക്ഷെ മോട്ടിവേഷൻ ഫാക്ടർ എനിക്ക് കൂടുതൽ കിട്ടിയത് ഈ കോമ്പറ്റീഷൻ കാണുമ്പോഴായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാൻ മെയിനായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം, അതിൽ ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ ലാവണ്യം തന്നെ തുടങ്ങാതെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും എങ്ങനെയായിരുന്നു, അതിന് എന്തൊക്കെയാണ് ഒരുപാട് സോഴ്സുകൾ എടുത്ത് തന്നെ പഠിച്ചതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഓക്കെ, അത് അതർ ദാൻ അതിനെപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും നമ്മളെങ്ങനെ പഠിക്കുന്നുള്ളതിനാണ് റിസൾട്ട്. അല്ല നമ്മളെവിടെ ജോയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ഒന്നും കിട്ടാം. എങ്ങനെയായിരുന്നു ലാവണ്യൻ്റെ ആ ഓരോ ടോപ്പിക്കും എങ്ങനെയൊക്കെയായിരുന്നു കൃത്യമായിട്ട് പഠിച്ചത് കാര്യങ്ങൾ? മാത്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഈ അറ്റംപ്റ്റിൽ മാത്സ് Tier 1 മെയിൻലി ഞാൻ ഇവിടുത്തെ എന്തായിരുന്നു ബാച്ചിൽ പഠിപ്പിച്ചതൊക്കെ തന്നെയായിരുന്നു പഠിച്ചത്. പിന്നെ മോക്കൊക്കെ എടുക്കും. PYQൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യും. പിന്നെ Tier 2 ആയപ്പോഴത്തേക്ക് Tier 1 കഴിഞ്ഞ് എനിക്ക് അറിയാത്ത കുറേ പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും എത്ര ചെയ്താലും കുറച്ച് കിട്ടാത്ത കുറച്ച് പോർഷൻസ്. അപ്പോൾ അത് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി. പിന്നെ കൂടുതലും മോക്സ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ടഫാന്ന് പറഞ്ഞത്. എങ്ങനെയായിരുന്നു അതൊക്കെ? ഇംഗ്ലീഷ് ടഫാന്ന് വിചാരിച്ചില്ല ആക്ച്വലി. ഇംഗ്ലീഷ് എനിക്ക് വലിയ കുഴപ്പമുള്ള സബ്ജക്റ്റ് ഇല്ല. പിന്നെ റൂൾസ് ഒക്കെ പഠിച്ചു. പിന്നെ വൊക്കാബിന്റെ ബുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നേരത്തെ അറ്റംപ്റ്റിൽ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ അതൊക്കെ പഠിച്ചു. ഈ റൂൾസ് ഒക്കെ എങ്ങനെയാ പഠിച്ചു ഇംഗ്ലീഷിന്റെ ഒക്കെ? ഇവിടുത്തെ ഐറൻസിന്റെ ക്ലാസ്സിലൊക്കെ റൂൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനു മുന്നേ ഇവിടുത്തെ തന്നെ യൂട്യൂബ് ചാനലില് വേറൊരു സാർ ഇംഗ്ലീഷിന് ആക്റ്റീവ് പാസ് തോന്നുന്നു. അപ്പൊ അതിൽ ഞാൻ അന്നേ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റൂൾസ് ഒക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്ര ടഫല്ല, ഗ്രാമർ പോർഷൻ ഒന്നും
പക്ഷെ എക്സാം എഴുതിയപ്പോൾ തോന്നി കുറച്ചുകൂടെ എന്തൊക്കെയോ നല്ല രീതിയിൽ പഠിക്കണമായിരുന്നു എന്ന്. അപ്പം tier 1 കഴിഞ്ഞപ്പം കുറേ ടോപ്പിക്സ് എക്സ്ട്രാ ടോപ്പിക്സ് ഒക്കെ വന്നു. അപ്പോൾ അയർ മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു tier 2 ബാച്ചിന്, അതൊക്കെ കണ്ടു. പിന്നെ യൂട്യൂബിൽ ഇതുപോലെ യൂട്യൂബ് നല്ലൊരു സോഴ്സ് ആണ്, നമുക്ക് അറിയാത്ത ഏത് പോർഷൻ വേണമെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, അത് പഠിച്ചു. പിന്നെ GK ഞാൻ മെയിൻലി പാർമർ സാർ ഫോളോ ചെയ്തത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു tier 1 അപ്പൊ എനിക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കണമായിരുന്നു. അപ്പൊ അന്നൊരു കമ്പൈലേഷൻ പോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടാ പഠിച്ചത്. അപ്പൊ പിന്നെ അത് തന്നെ ഫോളോ ചെയ്തു. റീസണിങ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ കുറെ കാര്യങ്ങൾ കിട്ടി. അതല്ലാതെ പിന്നെ tier 1 പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല. പിന്നെ tier 2 മോക്കൊക്കെ എടുത്ത് അതനുസരിച്ചിട്ട് അങ്ങനെ. ഏതാണ് വീക്ക് സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് മാർക്ക് കുറവ് മാത്സിനായിരുന്നു. tier 1 മാത്സിന് മാർക്ക് ഉണ്ടായിരുന്നു, tier 2 മാത്സിന്. സ്ട്രോങ് ആയിട്ടുള്ളത് ഇംഗ്ലീഷാണ് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ ചോദിക്കാൻ, പല കുട്ടികളും ഇപ്പോൾ ഭയങ്കര ടഫ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ എല്ലാവരും മാത്സ് ടഫ് എന്ന് പറയുന്നത്, ഇപ്പൊ നേരെ തിരിച്ചാൽ ഇംഗ്ലീഷ് കുറെ ടഫ് എന്ന് പറയും. പണ്ട് ഭയങ്കര ഇംഗ്ലീഷ് ഭയങ്കര ഈസി ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ഒന്ന് ഡിഫിക്കൽട്ട് ആകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതോ പണ്ട് മുതലേ ഇംഗ്ലീഷ് അത്യാവശ്യം ഒരു എഡ്ജ് ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ല. tier 1 ഒക്കെ ചെയ്യുമ്പോൾ 40+ നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആക്ച്വൽ എക്സാമിന് എനിക്ക് 35 37 അത്ര എന്തോ വന്നുള്ളൂ. അത് കുറെ എക്സ്ട്രാ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. അപ്പൊ അത് tier 1 അങ്ങനെ ആയതുകൊണ്ട് ഞാൻ tier 2 ആ ടോപ്പിക്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ ഫ്രേസസ് ഒക്കെ വെച്ചിട്ട് കുറെ എക്സ്ട്രാ ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ക്ലാസ്സസ് അല്ലാതെ തന്നെ കണ്ട് പഠിക്കുമായിരുന്നു. എനിക്ക് ഞാൻ മോക്ക് ബേസ് ചെയ്താണ് കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. വീഡിയോസ് കാണാനുള്ള പൊതുവെ കുറവാണ്. മോക്ക് ബേസ് ചെയ്ത് അതിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ, ഇപ്പോൾ മാത്സ് ടോപ്പിക്ക് വീക്ക് ആണെങ്കിൽ അതിൻ്റെ തന്നെ ചാപ്റ്റർ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അതിൽ 50 പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ടോപ്പിക് അങ്ങ് ക്ലിയർ ആയിപ്പോവും. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം ബേസിക്സ് അറിയായിരുന്നു. ഇപ്പോൾ TCS പാറ്റേൺ ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു 40+ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. പിന്നീട് ഡിഗ്രി പാറ്റേൺ വന്ന സമയത്ത്, നമ്മൾ സെലക്ഷൻ പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്താണ് കുറേ അഡീഷണൽ സാധനങ്ങളൊക്കെ, ക്ലോസസ്, ഫ്രേസസ് അതൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ പഠിക്കാനായിട്ട് ഇവിടുത്തെ മെറ്റീരിയൽസ് നല്ലായിരുന്നു, അരമിൻസിൻ്റെ ക്ലാസ് മെറ്റീരിയൽസ് നല്ലായിരുന്നു. അതിൻ്റെ ഒപ്പം ChatGPT കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 20 ക്വസ്റ്റിൻ്റെ സെറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്താൽ ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴും അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ കിട്ടും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊരു 2-3 ദിവസം കൂടുമ്പോൾ ഈ പ്രോംപ്റ്റ് ഇട്ട് ഓരോ ടോപ്പിക്ക് ഇങ്ങനെ കവർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. വൊക്കാബ് നമ്മുടെ ഡിസ്കഷനിൽ ബ്ലാക്ക് ബുക്കൊക്കെ അത്യാവശ്യം കവർ ചെയ്ത് പോയതുകൊണ്ട് ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു. മാത്സ് മോക്ക് ഫോക്കസ് ചെയ്ത് തന്നെയാണ്. റീസണിങ് അങ്ങനെ എക്സ്ട്രാ പഠിക്കാറൊന്നുമില്ല. എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും വിട്ടുപോകുകയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ മാത്രം ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നുള്ളായിരുന്നു. GK ആയിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. GKക്ക് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 4 പേര്. ഒരു 3 പേര് എടുത്ത സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ 4 പേര് 4 സ്ഥലത്താണ്, ഹോസ്റ്റലുകളിലാണ്. അപ്പോൾ വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് ഇടും. എന്നിട്ട് ഞങ്ങൾ ഒരു ടോപ്പിക്ക് അന്നത്തെ ഒരു 2-3 പേജ് ഒന്ന് നോക്കും. വളരെ കുറച്ച് വോളിയം നോക്കുള്ളൂ, അധികം ഭയങ്കര ഡീപ്പായിട്ടൊന്നും നോക്കില്ല. എന്നിട്ട് അത് അന്നത്തെ ദിവസം പഠിക്കും. പിറ്റേ ദിവസം നമ്മൾ രാവിലെ അതിൻ്റെ PYQ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടും, അതൊന്ന് ആൻസർ ചെയ്യും. വൈകുന്നേരം അടുത്ത ദിവസത്തെ മീറ്റ് വരുമ്പോൾ ഈ തലേ ദിവസത്തെ ടോപ്പിക്ക് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകും. അങ്ങനെ അതൊരു ഭയങ്കര സ്ലോ പ്രോസസ്സായിരുന്നു. ഈ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. കാരണം എനിക്കൊന്നും ഓർമ്മയില്ല ഈ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എക്സാം സമയം ആയപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി. എവിടേക്കോ എന്തൊക്കെയോ ഓർമ്മ. പിന്നെ ഈ ടോപ്പിക്സ് അതിന് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ ഈ സെയിം ടോപ്പിക് ഒന്നുകൂടെ ഒന്ന് നോക്കും. ഞങ്ങൾ വോളിയം വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ റിവിഷൻ നല്ലോണം പോയിട്ടുണ്ട്. അത് ആ ബേസിക്സ് റെഡിയാക്കാൻ 25 ചോദ്യത്തിൽ ഒരു 10 ചോദ്യം 10-12 ചോദ്യം എല്ലാവരും തന്നെ ആൻസർ ചെയ്യുന്നുണ്ടാവും. അത് കിട്ടാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചു. പിന്നെ ബാക്കി മോക്ക് എഴുതുമ്പോൾ ഈ GK ആൻസർ ചെയ്യുന്ന രീതി നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻസ് നോക്കി എലിമിനേറ്റ് ചെയ്തും അത് അത്യാവശ്യം പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് തന്നെ കിട്ടും. എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് കറക്റ്റ് ആക്കുന്നതല്ല, ഒരു ഊഹം വെച്ച് ചെയ്യുന്നതാണ്. അത് ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഭാഗ്യം മാത്രമല്ല, ഗസ്സിംഗ് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ചെയ്യാം. അത് എല്ലാവരും ചെയ്യുന്നുണ്ടോ അവിടെ. പല കുട്ടികൾ അതിന്, ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുമ്പോഴും പല കുട്ടികൾ ധൈര്യം ഇല്ലാത്ത പോലെ അവർ അറിയുന്നത് മാത്രം ചെയ്തു പോകുന്ന കാൽക്കുലേറ്റഡ് ഗസ്സോ അനലിറ്റിക്കൽ ഗസ്സോ ഒന്നും ചെയ്യാനൊരു ധൈര്യമില്ല. എന്നിട്ട് അവർ ഒരു 60-65 ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് ശരിയായാലും ആരോട് ചോദിച്ചാലും അറിയാം, എല്ലാം അറിയാവുന്നത് മാത്രം കുത്തിയിട്ട് ആരും നേരെ ക്ലിയർ ചെയ്തിട്ടില്ല. അത് ആവശ്യത്തിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നാക്ക് കിട്ടും. അത് കുത്തണോ വേണ്ടോ, എത്ര അറ്റംപ്റ്റ് ആണ് നല്ല അറ്റംപ്റ്റ്, അത് കൂടുതൽ മോക്കെടുത്താൽ മതി, അവസാനം റെഡിയോ. അപ്പൊ ഗസ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ പറയുമ്പോൾ കുട്ടികൾ പറയും സാറ് മാത്രം ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയായാലും ഇപ്പൊ നിങ്ങളുടെ എന്തായാലും പ്രിലിംസിന് എങ്ങനെ പോയാലും നിങ്ങൾ അറ്റംപ്റ്റ് 90+ മിനിമം ഉണ്ടാവും. ഇതിപ്പോ 90 നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നൊന്നും ആയിരിക്കില്ല. അതുപോലെ ഗസ് കാര്യം 90 നമുക്ക് അറിയുമെങ്കിൽ എന്തായാലും 180 മാർക്ക് കിട്ടുമല്ലോ. പക്ഷെ അതിൽ നമ്മൾ ചില ഗസ് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻ തെറ്റും, ചില ക്വസ്റ്റ്യൻ ശരിയാവും. അപ്പോൾ കുട്ടികളോട് നമ്മൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രശ്നം വെച്ചാൽ അവർക്ക് പലപ്പോഴും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടിയാണ്. അപ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും. അത് ഞാൻ എൻ്റെ ആദ്യത്തെ CGL അറ്റംപ്റ്റ്, അത് ഞാൻ
പഠിച്ചു തുടങ്ങി 2 മാസമേ ഉള്ളൂ. അതിൽ തന്നെ എനിക്ക് 98 അറ്റംപ്റ്റ് ഉണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ മാത്സ് റീസണിങ്ങും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും എന്തായാലും കിട്ടും. അപ്പം അറ്റംപ്റ്റ് കൊടുത്താലാണ് നമ്മൾ കളിയിലുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഗെയിമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഔട്ടാണ്. അറ്റംപ്റ്റ് കൊടുക്കാതെ പോകുന്ന റിഗ്രറ്റിനേക്കാളും നല്ലത് കൊടുത്തിട്ട് തെറ്റുവാണെങ്കിൽ അങ്ങ് പോട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തോളൂ. ഒരു ക്വസ്റ്റ്യൻ മെയിൻസിന് നിങ്ങളിൽ എത്ര? എൻ്റെ GK ഒരു 3-4 എണ്ണം, അതിൽ കൂടെ സ്കിപ്പ് ചെയ്യാൻ വഴിയില്ല. അല്ല, സാലിനോട് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ CGL മെയിൻസിന് കറക്റ്റ് അറിയുന്നത് മാത്രം ചെയ്തു പോയി. ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മെയിൻസിന് അതാണ് ഭയങ്കര റിഗ്രറ്റ് ആയത്. പിന്നെ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് എന്തായാലും പ്രാവശ്യം പാടില്ല എന്ന് ആദ്യം തീരുമാനിച്ചു. അത് വിചാരിച്ചിട്ട് കമ്പ്യൂട്ടർ ഫുൾ കുത്തിയാൻ ഒരു പേടിയുണ്ട് ലാസ്റ്റ്. ഓക്കെ, സാലി എങ്ങനെയായിരുന്നു എന്റെ പ്രിപ്പറേഷനൊക്കെ ഓരോ ടോപ്പിക് കാര്യങ്ങൾ? പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കോച്ചിങ് വേറെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ഡൽഹിയിൽ നിന്ന് SSCനെ കുറിച്ച് അറിയാന്നല്ലാണ്ട് ക്ലാസ്സസിനൊന്നും പോയില്ല. പിന്നെ SSC മലയാളിന്റെ ചാനൽ കുറച്ച് അവിടെയും ഇവിടെയും റീസണിങ്ങിന്റെ ക്ലാസ്സസ് ഒക്കെ കേട്ട് തുടങ്ങിയും. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു നോട്ട് ഉണ്ടാക്കൽ. അപ്പോൾ സിലബസ് ഞാൻ പറയാം, ഏകദേശം എല്ലാ സിലബസും എൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും GK, മാത്സ്, റീസണിങ്, സെൽഫ് നോട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് നോട്ട് ഉണ്ടാക്കുന്നത്. സാർ കണ്ടിട്ടുണ്ടോ എൻ്റെ GK നോട്ട്സ്? ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ട്. ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, അവൻ അറിയില്ലെന്നോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നോട്ടും തരുന്നുണ്ട്, നമുക്ക് നമ്മളെ ഹാൻഡ് റിട്ടൺ നമ്മുടെ നോട്ടായിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എടുത്ത സിലബസ് കവർ ചെയ്ത് അതിൻ്റെ മാക്സിമം എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിയറി മാത്രം ഒരു പേജിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഒരു പേജിൽ SI, അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കി അത് റിവൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അത് റിവൈസ് ചെയ്ത് പിന്നെ മോക്സിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാർക്ക് ബിൽഡായി. പിന്നെ GK പറയാം, സോഴ്സ് ഒരുപാടുണ്ട്. യൂട്യൂബ് തന്നെയായിരുന്നു മെയിൻ സോഴ്സ്. പിന്നെ ബയോളജിക്ക് ഇവിടുത്തെ ക്ലാസ് മറ്റേ സൂര്യ മാമിൻ്റെ. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും യൂട്യൂബ് തന്നെയാണ്. നമുക്ക് GK ഒരു ബേസ് ഉണ്ടായിരുന്ന BSc ഫിസിക്സ് ആയിരുന്നു. അപ്പം പൊളിറ്റി, ഹിസ്റ്ററി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഫുള്ള് യൂട്യൂബ് നോക്കി നല്ല ഡീറ്റെയിൽ ആയിട്ട് എൻജോയ് ചെയ്ത് നോട്ടുണ്ട്. എല്ലാത്തിനും നോട്ടുണ്ട്. പിന്നെ ഇതോ ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് റൂള് കംപ്ലീറ്റ് ആക്കി. ആദ്യം തന്നെ റാണി മാമിൻ്റെ ഒരു ക്ലാസ് 120 റൂൾസ് കംപ്ലീറ്റ് ആക്കി. അത് റിവൈസ് ചെയ്ത് ഇംഗ്ലീഷും വലിയ എഴുതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ PYQ ചെയ്ത് പിന്നെ ഇതൊരു വലിയ വിവരമാണോന്നില്ലല്ലോ, കുറേ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതിയല്ലോ. PYQ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ച് പിന്നെ ഇപ്രാവശ്യം കുറച്ചൊന്ന് പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ആയി. അത് കുറച്ച് പത്രമൊക്കെ വായിച്ചൊരു ചെറിയ പരിപാടി ഉണ്ട്. കുറച്ച് ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി. റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ലേശം തുടങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വന്തം നോട്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നില്ല. ഞാൻ പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നോട്ട് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് റിവൈസ് ചെയ്യാൻ ഒരു സ്വന്തം പ്രോജക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സാർ. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവെ പ്രിന്റ് ഔട്ട്സ് എടുക്കും. കാരണം നമ്മളെ മോക്കിലൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കാണുവാണെങ്കിൽ അതിൽ തന്നെ എഴുതിയിട്ടു. എനിക്ക് സ്വന്തമായിട്ട് നോട്ട് എൻ്റെ കൈ അക്ഷരം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഒരു പ്രിന്റ് എടുത്തിട്ട് അതിനകത്ത് തന്നെ ആഡ് ചെയ്ത് ക്ലാസ് കൂടുവാണെങ്കിൽ ആ നോട്ടായിട്ട് പോയി ആ മെറ്റീരിയൽ നമ്മുടെ നോട്ടാക്കി മാറ്റി. ഇപ്പോൾ ഒറിജിനൽ പ്രിന്റും ഇപ്പോഴത്തെ ആ നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെതായ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനിക്ക് അതായിരുന്നു സുഖം, അതുകൊണ്ടാണ്. ഇല്ല, GKക്കൊന്നും എന്തായാലും ഇല്ല. പിന്നെ മെയിനായിട്ട് ഇതിൽ ഏറ്റവും ഇപ്പം നേരത്തെ പറഞ്ഞു അതിൽ മെൻഷൻ ചെയ്ത് പോയി ഏറ്റവും നമ്മളിപ്പോൾ എല്ലാം പഠിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് മോക്ക് ടെസ്റ്റ്. പ്രോജക്ട് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടാണ് കുറേ അധികം പ്രിപ്പറേഷൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നു. ഓരോ അതിൽ കിട്ടാത്ത കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് ഓർമ്മയുണ്ടോ ലാവണ്യയിൽ? ഏറ്റവും ആദ്യം ഓർമ്മയില്ല, എന്നാലും ഏകദേശം എത്ര ഉണ്ടായിരുന്നു? കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും 100 എത്രയെങ്കിലും ആയിരിക്കും ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാടൊന്നുമില്ല, ഒരു 100 അടുപ്പിച്ച് എത്രയെങ്കിലും ഉണ്ടാവും. ഈ മോക്ക് ടെസ്റ്റ് എങ്ങനെയായിരുന്നു? എവിടെ മോക്ക് ടെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ? ഞാൻ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രിപ്പറേഷൻ വേറെ ഒന്നുമില്ല. ഞാനെന്നൊരു ലാസ്റ്റ് എക്സാമിന് മുന്നേ ഒരാഴ്ച മോക്ക് ടെസ്റ്റ് മാത്രം എടുത്തിട്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കി പഠിച്ചിട്ടാണ് അന്ന് കൊടുത്തത്. അന്നൊരു നാരോ മാർജിനെ ക്ലിയർ ആയത്. പക്ഷെ എന്നാൽ പോലും അന്ന് മോക്സ് ആണ് ഹെൽപ്പ് ചെയ്തത്. അല്ലാതെ അന്ന് നല്ലൊരു പ്രിപ്പറേഷൻ കൊടുക്കാനുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു എക്സാം അടുത്തൊരു പേടിയിൽ മോക്ക് എടുത്തപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഇതായത്. എന്ന് വെച്ചാൽ പഠിക്കേണ്ടെന്നല്ല, പക്ഷെ മോക്ക് ഇപ്പം ഈ അറ്റംപ്റ്റിലാണെങ്കിൽ തന്നെ കുറേ മോക്ക് കൊടുത്തിട്ടുണ്ട്. Tier 2 ആണെങ്കിൽ ഒരുപാട് മോക്ക് എഴുതി വെക്കാൻ. Tier 1 ഒരു എക്സൽ ഷീറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ആവറേജ് ഒക്കെ കാണിക്കുന്ന ഒരു എവിടുന്നോ കിട്ടിയതാ. അതിലിങ്ങനെ ഓരോ ടെസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കാണാം നമുക്ക് കുറച്ച്. Tier 2 അതുപോലെ നമുക്കറിയാലോ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 270, 280 ഒക്കെ നിൽക്കും. പിന്നെ അത് കുറേ ഒരു മാസമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 300 ഒന്നും ടച്ച് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പം ഗ്രാജുവലി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആവും. അപ്പം മോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മിസ്റ്റേക്സ് എത്ര നമ്മൾ ക്ലാസ് കണ്ടു, എത്ര പഠിച്ചു, എത്ര റിവൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് എന്താണ് നമ്മുടെ മിസ്റ്റേക്ക്. എനിക്ക് ഒരുപാട് സിലി മിസ്റ്റേക്ക് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ മോക്ക് ചെയ്തിട്ടാണ്.
ഞാൻ ഇവിടെ തുടങ്ങിയപ്പോൾ PYQന്റെ ബുക്ക് എടുത്തിട്ട് ചെയ്യുമായിരുന്നു, ടൈമൊന്നും വെക്കാതെയാണ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഈ പ്രിപ്പറേഷൻ സെക്ഷണൽസ് ചെയ്യുന്ന ഇവിടെ വന്നിട്ടാണ്. നേരത്തെയൊക്കെ ഫുൾ മോക്ക് ചെയ്യും, സെക്ഷണൽസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം സെക്ഷണൽസ് ഒക്കെ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി സെക്ഷണൽസ് ചെയ്യണം, ഫുൾ മോക്ക് കുറച്ചുകൂടെ ചെയ്യണം എന്നൊക്കെ. അതേപോലെ നേരത്തെ പണ്ടത്തെ അറ്റംപ്റ്റിലൊക്കെ Tier 2ന്റെ മോക്കുകളൊന്നും അധികം എടുത്തിട്ടേ ഇല്ല. കൂടുതൽ പഠിക്കുക, കുറച്ച് മോക്ക്, ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി മോക്കുകൾ നല്ലപോലെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ കുറെ അധികം മോക്ക് എടുക്കാൻ തുടങ്ങി. ഞാൻ തുടങ്ങി ആദ്യം മോക്ക് ടെസ്റ്റിന് എത്ര മാർക്ക് ഓർമ്മയുണ്ട്? ആദ്യം മോക്ക് ടെസ്റ്റ് ഞാൻ ഈ CGL എന്താണെന്ന് അറിയാനായിട്ട്, എക്സാം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ആദ്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് എടുത്തു. അന്ന് TCS ബാച്ച് ആണ്. അപ്പോൾ അന്ന് തന്നെ ഇതുപോലെ 100 എടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് അത്യാവശ്യം സ്കോർ ഉണ്ട്, റീസണിങ് കിട്ടുന്നുണ്ടായിരുന്നു. GK മാത്സ് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്തു തരുമ്പോൾ ഇത്തിരി ടൈം എടുക്കും, എന്നാലും എങ്ങനെയെങ്കിലും പേപ്പറൊക്കെ എളുപ്പമാണെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മാർക്ക്, ഒരു 110 ആ റേഞ്ച്, 100 to 110 ആ റേഞ്ച്. പിന്നീട് എക്സാമിന് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മോക്ക് എടുത്ത് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. സബ്ജക്റ്റായിട്ട് പഠിച്ച് കവർ ചെയ്യാൻ സമയമില്ല, 2 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ Tier 1. അപ്പോൾ ഇതുപോലെ തന്നെ 2023 ഫുൾ PYQs ഇരുന്ന് മോക്ക് അടിച്ചു. ആദ്യമൊക്കെ മോക്ക് ചെയ്തപ്പോൾ എനിക്ക് ടെസ്റ്റ് ബുക്ക് പോലെ പ്ലാറ്റ്ഫോം ഉള്ളതായിട്ട് അറിയില്ല. എനിക്ക് എവിടെ നിന്ന് ഒരു PDF കിട്ടി. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ Tier 1 ഞാൻ ഫസ്റ്റ് Tier 1 എഴുതിയതിന് ശേഷമാണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എല്ലാ പ്ലാറ്റ്ഫോമിലും 1-2 ഫ്രീ മോക്ക് ഉണ്ടാവും, അത് മാത്രം ചെയ്തു പോകും. പിന്നെ ഈ PYQസിൻ്റെ PDF എവിടെ നിന്ന് കിട്ടി, ആ PDF എടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്തു. പിന്നീടാണ് മോക്കുകളുടെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലായത്. പിന്നെ പഠിത്തം മോക്കിനെ ബേസ് ചെയ്തിട്ടായി. ഒരു മോക്ക് എടുക്കും, അപ്പോൾ നമുക്കത് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സാണ് വീക്കായിട്ടുള്ളത്. പിന്നെ ആ ടോപ്പിക്ക് ഫോക്കസ് ചെയ്തൊരു ചാപ്റ്റർ ടെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസോ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് അത് മാത്രമായിട്ട് പഠിക്കും. അങ്ങനെ മോക്കാണ് എൻ്റെ ബേസിസ് ക്ലാസ്സുകളൊക്കെ കൂടുതൽ. ഈ ഓൺലൈനിൽ ഓഫ്ലൈനിലോട്ട് വന്ന് പറഞ്ഞു, ശരിക്കും ഏതാ ബെറ്റർ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈനിലോട്ട് മാറുമ്പോൾ ഓൺലൈൻ പഠിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, പൊട്ടക്കനിൽ തവളയെ പോലെയായിരുന്നു. എനിക്ക് എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ബാക്കി എക്സാമുകളെ പറ്റി അറിയില്ല, CGL മാത്രമേ അറിയുള്ളൂ. CHSLോ സെലക്ഷൻ പോസ്റ്റോ അതിനെപ്പറ്റി ഒന്നും അറിയില്ല നമുക്ക്. എനിക്ക് ആകെ ഒരു ഫ്രണ്ടിനെ അറിയാം, അവൻ എത്രയാണെന്ന് വെച്ചാൽ വിളിച്ച് ചോദിക്കണത്, ഇതിനെപ്പറ്റി ഒരു പരിധിയില്ല, അവനും പഠിക്കുമല്ലേ. അപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ച സമയത്ത് എനിക്ക് കോമ്പറ്റീഷനെ പറ്റി വലിയ ധാരണയില്ല, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, റിസൾട്ട് എപ്പോൾ വരും, അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ Tier 2 എനിക്കങ്ങനെ വലിയ സ്കോറൊന്നുമില്ല. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഒരു ഓഫ്ലൈൻ ബാച്ചിന് ചേരണം. പിന്നെ ഓൾറെഡി കുറച്ച് പഠിച്ചു വെച്ചുകൊണ്ട് റെഗുലർ ബാച്ച് വേണ്ടെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ മിഷൻ ബാച്ച് തുടങ്ങുന്ന അറിയുന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഇവിടെ റീഡിംഗ് റൂമിൽ പിള്ളേരിടുന്ന ടൈം കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം 4 മണിക്കൂറോ 5 മണിക്കൂറോ, അതും തോന്നിയാൽ മാത്രം. ഇവിടെ ഞാൻ 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുമ്പോൾ ഇവിടെ പിള്ളേർക്ക് 20 മിനിറ്റ് ബ്രേക്ക് മതി. അതൊക്കെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി, പിന്നെ പയ്യെ അതിലോട്ടങ്ങ് അഡാപ്റ്റ് ആയി വന്ന് പിന്നെ നമ്മൾ ഞെട്ടിക്കാൻ തുടങ്ങി എന്നുള്ളത്. അങ്ങനെ അതിലോട്ട് അത് ഭയങ്കര രസമായിരുന്നു. അത് പക്ഷേ പണ്ട് നമ്മൾ കണ്ട് ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയൊരു കാര്യം നമ്മൾ അതിലോട്ട് എത്തുന്ന ഒരു രസമുണ്ടല്ലോ. അങ്ങനെയാണ് ഓഫ്ലൈൻ പ്രിപ്പറേഷനാണ് എൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ മാറ്റിയത്. മെയിനായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് എന്താണ് SSC എന്ന് ശരിക്കും ഒരു ധാരണ കിട്ടിയത്. പിന്നെ പോകാൻ പറ്റില്ല, പേടിയാണ് വീട്ടിൽ പോകുമ്പോഴൊക്കെ. കോച്ചിങ് കഴിഞ്ഞ ശേഷം പിന്നെ വീട്ടിലും കാര്യങ്ങളും പിന്നെ സ്കോളർഷിപ്പ് കിട്ടി അവിടെയൊക്കെ എങ്ങനെയായിരുന്നു മറ്റേ മോക്ക് ടെസ്റ്റിന്റെ കാര്യം, ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ? മോക്ക് ടെസ്റ്റ് ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന്റെ സ്കോർ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, 65 മാർക്കായിരുന്നു. 65 മാർക്ക്. ഇവിടുത്തെ മോക്കായിരുന്നത് വേറെ അല്ല, അതിന് മുന്നേ ഒരു മോക്കൊക്കെ അടുത്ത് നോക്കിയിരുന്നു, കുറച്ചൊരു ഓറിയന്റേഷൻ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു അത്ര തന്നെയുള്ളൂ, ഒരു 100 ഫസ്റ്റത്തെ മോക്കിൽ 105 മാർക്ക് ഇവിടെ. പിന്നെ മോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ടെക്നിക്ക് കിട്ടി, അതായത് മോക്ക് ടെസ്റ്റിനെ സ്കോർ ചെയ്യാൻ നോക്കലുണ്ടായിരുന്നില്ല ലാസ്റ്റ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത്. നമ്മൾ മെന്റലി അത് ബാധിക്കുന്നില്ല മോക്ക് ടെസ്റ്റിന് മാർക്സ്. അത് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മൾ ചെയ്തത്? ആഗ്രഹം മാറ്റി, ആഗ്രഹം ഉണ്ട്, ഫസ്റ്റൊക്കെ കുറച്ചൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ അത് കെയർ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പരീക്ഷ കഴിഞ്ഞാൽ മാർക്ക് നോക്കൂല. എന്നിട്ട് വേറെ സൊല്യൂഷൻ എടുക്കും. കണ്ണ് കുറച്ച് ബ്ലറാക്കിയിട്ട് സൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്യും. മാർക്ക് നോക്കൂല. എന്നിട്ട് മിസ്റ്റേക്സ് മാത്രം എടുക്കും, മിസ്റ്റേക്സ് മാത്രം പഠിക്കും. അങ്ങനെ മിസ്റ്റേക്സ് മാറ്റി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത്. Tier 2 അങ്ങനെ തന്നെയായിരുന്നു. Tier 2 മെയിനായിട്ട് അത് ഫോളോ ചെയ്തത്. Tier 1 അത്ര സ്കോർ കുറയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ മാർക്ക് എത്രയാണ്, എത്ര കൂടുന്നുണ്ട് കുറയുന്നുണ്ട്? അത് അനലൈസ് ചെയ്യാൻ കാര്യമുണ്ടെന്നൊക്കെ മനസ്സിലാവും. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്? ഒരു സേഫ് സ്കോർ എന്തായാലും ഉണ്ട്. അതിനിപ്പറം പിന്നെ മാക്സിമം മിസ്റ്റേക്സ് ഓർക്കാന്നുള്ള ഒരു ഗോളായി എനിക്ക് ലാസ്റ്റ്. ഇമ്പോർട്ടൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റിന്. മോക്ക് ടെസ്റ്റിന് ഇമ്പോർട്ടൻറ്റ് ഒബ്വിയസ് ആണ്. മസാലി വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു SSC ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഒരു പ്രിപ്പറേഷൻ മോഡലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല നമുക്ക് പ്രിപ്പറേഷനിൽ ഇറങ്ങിയ ശേഷം. അപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു അതങ്ങ് റൂട്ടീനായി പോയി എന്ന് പറഞ്ഞ അതുപോലെ. പക്ഷേ എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസുകളോ കാര്യങ്ങളോ
ഇതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ ലൈഫ് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ക്ലോസ് ഫാമിലിയിലെ ഫങ്ഷൻസ് വരെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയ്ബറുടെ ഹൗസ് വാമിങ് മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫങ്ഷൻസ് മിസ് ചെയ്തിട്ടുണ്ട്. വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വരെ മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു നോർമലൈസ് ആയിപ്പോയി. ഇപ്പോൾ ഈ സോഷ്യൽ ലൈഫ്, ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ലൈഫൊക്കെ ഇങ്ങനെ നോർമലൈസ് ആയിപ്പോയി. ഞാൻ പയ്യിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നീ തിരിച്ചു വരണം. തിരിച്ചു വരല്ലേ. പിന്നെ പഴയ കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചൊന്ന് പൊടിതട്ടി എടുക്കാനുണ്ട്. അതൊക്കെ തന്നെ മെയിനായിട്ട്. അതായത് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ നമ്മളൊക്കെ ആയാലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിറ്റാച്ച്മെന്റ് വന്നെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. റോജൊക്കെ ഉണ്ട് അതുപോലെ? ഈ സെയിം തന്നെ, സോഷ്യൽ ലൈഫ് തന്നെ. പക്ഷെ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അത്രയും സോഷ്യലൈസ് ചെയ്ത് നടന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐസൊലേഷനോട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മടിയും മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മുടെ കംഫർട്ട് സോണുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റി വെച്ചാലാണ് പഠിക്കാൻ സമയം കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ പയ്യെ പയ്യെ പഠിച്ച് മടുക്കുമ്പോൾ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സിനിമ ഒക്കെ പോകാറുണ്ടോ? സിനിമ തീർച്ചയായിട്ടും എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വർക്കൗട്ട്. സിനിമക്ക് പോകാതോ? ഇല്ലല്ല, മാസത്തിലൊരിക്കലൊക്കെ ആരെങ്കിലും വിളിച്ചാൽ മാത്രം ഞാൻ തന്നെ വിളിക്കും. ട്രിപ്പുകളൊക്കെ കുറവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു കോഴിക്കോട് തന്നെയായിരുന്നു. ഞാൻ കോഴിക്കോട് ആദ്യമായിട്ടായിരുന്നു. ചുമ്മാ ഒന്ന് പോകുന്നതല്ലാതെ ഇങ്ങനെ എത്ര നാളത്തേക്ക് നിന്നിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനും ഞാൻ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് മീറ്റപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോഴേ. ഞാൻ ചോദിച്ചത് ഈ നമുക്ക് മടുത്തു പോലെ ചില സമയത്ത് ഇങ്ങനെ മടുത്തു പോകുന്ന ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ നിർത്തി പോകുന്നവരുടെ അല്ല, കുറെ ഇങ്ങനെ പഠിച്ചിട്ട് ഓക്കെ ഇനി കുറച്ചൊരു എക്സോസ്റ്റഡ് ആയി തോന്നുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസം അവിടെ പോയി ദേഷ്യം ഫ്രസ്ട്രേഷൻ മൊത്തം അവിടെ കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനം കിട്ടും. അതിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടു നടക്കുമ്പോൾ കുറച്ച് റിസൾട്ട് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അതൊരു പിന്നെ എന്റെ ഹോസ്റ്റൽ ഭയങ്കര വൈബായിരുന്നു. എല്ലാ ദിവസം വൈകുന്നേരം അവിടെ കൂടി കഴിഞ്ഞാൽ ഈ കുടുംബശ്രീ കൂടുന്നവർ ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ആരുടെയും കുറ്റം കുറച്ച് ഒക്കെ പറഞ്ഞു ഞങ്ങൾ നടക്കും. സാറിന്റെയും എല്ലാവരുടെയും പറയാം. അപ്പൊ അത് ഭയങ്കര സ്ട്രെസ് ബസ്റ്ററായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് ആ സ്ട്രെസ് ഒക്കെ ആയിട്ട് നേരെ ചെന്ന് കയറുന്ന അങ്ങനത്തെ ഒരു സ്പേസിലേക്ക്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് ഓക്കെ, പിന്നെ ചിരിച്ച് ക്ഷീണിച്ചായിരിക്കും പിന്നെ കിടന്നുറങ്ങും. കൂടെ കുറച്ച് ആൾക്കാരെല്ലാം നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? വ്യത്യാസം മനസ്സിലായി. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത കാര്യം എന്റെ ഹോസ്റ്റൽ. അപ്പൊ എന്റെ റൂംമേറ്റ് തുടങ്ങി എല്ലാവരും നേരത്തെ ലാവണ്യ പറഞ്ഞ പോലെ തന്നെ എന്റെ റൂംമേറ്റും അതെ. ഞാൻ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അവന് പഠിക്കാനുണ്ടെങ്കിൽ പോലും ഞാൻ ഉറങ്ങുന്നുള്ള പരിഗണന തന്ന് പുള്ളി നേരത്തെ കിടന്നു. അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ കുഞ്ഞ് ജസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിലെ ആളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്കും വീട്ടിൽ പോകേണ്ട വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സ് ഒന്ന് കട്ട് ചെയ്ത് തരിക, അതിലിപ്പോൾ റീഡിങ് റൂമിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണേ, അങ്ങനെ ഓരോ കുഞ്ഞു ജസ്റ്റേഴ്സ് പോലും നമ്മുടെ ഈ പ്രിപ്പറേഷൻ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ ലൈഫ് പോയത് വർത്താണ്. ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരണം. ഇനിയിപ്പോൾ അയ്യപ്പോൾ ഈ പൊടി കെട്ടിയെടുക്കാം. ലാവണ്യ എന്തെങ്കിലും സാക്രിഫൈസുകളോ കാര്യങ്ങളോ ഇവിടെ സോഷ്യൽ ലൈഫിന്റെ ഓക്കെ അത് അതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ? എനിക്കിതുപോലെ നല്ല റോജ പറഞ്ഞ പോലെ മടി, അത് നേരത്തെ അറ്റംപ്റ്റിലൊക്കെ മെയിൻ ഒരു പ്രശ്നം മടി തന്നെയായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ സോഷ്യൽ ലൈഫിനെക്കാട്ടിലും അങ്ങനെ പുറത്തു പോകണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പം പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്നോട് മിനിമം 2 പേര് ചോദിക്കും, മോളെ ജോലിയായോ, ഞാൻ കോഴിക്കോട് ജോലി ചെയ്യാണോ എന്നൊക്കെ ചേട്ടൻ എന്നോട് ചോദിക്കും. അവിടെയാണോ ജോലി എന്നൊക്കെ ചോദിക്കും. അപ്പൊ പിന്നെ ഇപ്പം അങ്ങനെ പോവാൻ വലിയ താല്പര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എനിക്ക് അങ്ങനെ വലിയ സോഷ്യൽ ലൈഫ്, എന്റെ ഫ്രണ്ട്സിനോട് അത്യാവശ്യം കുറച്ചൊരു കുഞ്ഞു സർക്കിളാണ്, അവരിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അത് എനിക്ക് അങ്ങനെ മിസ് ചെയ്തിട്ട് തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മടി മാറ്റി ഇപ്പൊ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും സിനിമ കണ്ടിരിക്കുക, അതൊക്കെ കുറച്ച് മാറ്റിയെടുക്കാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പിന്നെ അത് ചെയ്തേ പറ്റൂ. നമ്മള് ഒരു കാര്യം നേടണമെങ്കിൽ അങ്ങനെയുള്ള കാര്യം എന്തായാലും സാക്രിഫൈസ് ചെയ്യണം, മടിയൊക്കെ മാറ്റണം. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സോക്കോൾഡ് അമ്മായിമാരുടെ കല്യാണം ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞങ്ങളുടെ നാട്ടില് എന്നോട് എനിക്കൊന്ന് ഒരു 1-1.5-2 വർഷത്തിനുള്ളിൽ ആരും വീട്ടിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്നോട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന, മോളെ ജോലിയായോ, കോഴിക്കോടാണോ ജോലി, എന്താ ജോലി, ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. ആ ചോദ്യം ശരിക്കും ഭയങ്കര മടുപ്പാണ്. നമുക്ക് ആൻസർ പറയാനില്ലല്ലോ ആ ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സോഷ്യൽ സർക്കിളൊക്കെ കുറച്ച് കുറയ്ക്കും, ഇങ്ങനെ ഇവന്റ്സിലൊക്കെ പോകുന്നത്. പിന്നെ ഈ ഒരു ഇയറിൽ കൂടുതൽ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ കസിൻ്റെ ഒരു വെഡിങ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അന്ന് പോയി അറ്റൻഡ് ചെയ്തു. നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെഡിങ് മിസ്സാക്കിയില്ല. അങ്ങനെ അല്ലാതെ വലിയ ഇവന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ബാക്കി വേണ്ടാത്തതൊന്നും ഇത്രയും കാലം ചോദിച്ചു ആൾക്കാരെ ജോലി ചെയ്യാം. ഇനി ചോദിക്കൂല, അതാ പ്രശ്നം. നമ്മൾ ചോദിച്ചാൽ ആഗ്രഹിക്കുന്ന ഒരു സമയം ആരും ചോദിക്കില്ല. പണ്ടുണ്ട് നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന കാലത്ത് നമ്മൾ എപ്പോ പോയാലും പോലീസിന്റെ മുന്നിൽ പെടുന്ന പറഞ്ഞ പോലെ, ലൈസൻസ് കിട്ടി നമ്മൾ ആഗ്രഹിക്കും പോലീസ് ഒന്ന് കൈ കാണിച്ചെങ്കിൽ പറഞ്ഞ പോലെ, പിന്നെ പോലീസിനെ കാണില്ല. അതുപോലെ ആയിരിക്കും ഇനിയിപ്പോ ചോദിക്കാനായിട്ട്. ഓക്കെ സാർ, അപ്പം ഈ സോഷ്യൽ ലൈഫിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇതും എന്റെയൊക്കെ ഇപ്പൊ എന്റെ കോളേജ് ബാച്ചില് എന്റെ കൂടെ പഠിച്ചവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോലിയൊക്കെ ആയി അവരുടെ ബെസ്റ്റ് ഇയേഴ്സിൽ അത്യാവശ്യം സാലറി ഒക്കെ ആയിട്ട് അവർ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ്. അപ്പൊ
ആദ്യമൊക്കെ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കും ഇത് ട്രിഗർ എനിക്കും ഇത് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാമായിരുന്നു ഒരു തോന്നൽ വരും. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. നമ്മളൊന്നും അറിയുന്നില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ള അറിയുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ലോകം എന്നുള്ള രീതിക്ക്. എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്തൊക്കെ എങ്ങനെയായിരുന്നു? അത് കട്ട് ഓഫ് ആയിരുന്നു. ഈ കഴിഞ്ഞൊരു വർഷത്തോളം ഫുള്ളി കട്ട് ഓഫ് ആയിരുന്നു. ഏതായിരുന്നു ഇൻസ്റ്റാഗ്രാം ബാക്കിയെല്ലാം? ഇൻസ്റ്റാഗ്രാം പിന്നെ അങ്ങനെ ഇപ്പൊ യൂട്യൂബാണ് ഞാൻ ക്ലാസ് അധികം കാണാറില്ലാത്തതുകൊണ്ട് എനിക്ക് യൂട്യൂബ് അങ്ങനെ ആവശ്യം വരാറില്ല. ബാക്കി അത്യാവശ്യം കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് മാത്രം. പിന്നെ അതുപോലെ ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു അരമണിക്കൂർ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രേക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റീൽസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് എത്രത്തോളം ഡാമേജിങ് ആണ് ഭയങ്കര വൈകിയാ മനസ്സിലായി. നമ്മള് ഇപ്പോൾ ഒരു അരമണിക്കൂർ പഠിച്ച സാധനം ഓർത്തിരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു 30 സെക്കൻഡ് റീൽ എന്താന്ന് ഓർത്തിരിക്കാന്നുള്ളത്. വിഷ്വൽ മീഡിയ ആണല്ലോ, പെട്ടെന്ന് തലയിൽ കയറും. ഇപ്പൊ എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഈ പലവട്ടം പറഞ്ഞിട്ട് ഡിസൈൻ ഒഴിവാക്കാൻ. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ഭയങ്കരമായിട്ട് ഈ പഠിത്തത്തെ എഫക്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളൊരു പാട്ട് കേൾക്കുക, ഒരു വെള്ളം കുടിക്കുക, ഒരു ചുമ്മാ പോയി കാറ്റൊക്കെ കൊണ്ട് വെക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ല, ഇതിൽ രണ്ടഭിപ്രായം ഞാൻ കേൾക്കാറുണ്ട്. ചില ആൾക്കാർ പറയും ഇൻസ്റ്റാൾ ചെയ്യാം, ഞാനൊക്കെ അതിൽ പെട്ട ഒരാളാണ്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്. പക്ഷെ ആൾക്കാർ പറയും അതിന്റെ ആവശ്യമില്ല, നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ സാരി എന്താ ചെയ്യാറ്? ഞാൻ ഫുള്ളി അൺഇൻസ്റ്റാൾഡ് ആയിരുന്നു. ഫ്രണ്ട്സൊക്കെ റീലാക്കാൻ വേണ്ടി വാട്സാപ്പിൽ റീലാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനടുത്ത് വാട്സാപ്പിൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് പക്ഷെ ഫുൾ ഡീആക്ടിവേറ്റഡ് ആക്കി. അങ്ങനെ വീണ്ടും തുടങ്ങി? അതോ ഇപ്പൊ തുടങ്ങി ഓഫാണ് ആൾക്കാർ അറിയണല്ലേ? രാവിലെ ഞാൻ മറ്റേ വീഡിയോ കൊളാബ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോ സാറേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കായിരുന്നു ഇൻസ്റ്റാഗ്രാം. രണ്ടാമത് ഞാനാന്ന് തോന്നുന്നു രണ്ടാമത് വീണ്ടും ഡീആക്ടിവേറ്റ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം മാത്രമാണോ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയായിരുന്നു കൺട്രോൾ ചെയ്ത് മൊബൈലൊക്കെ? ഞാൻ ഇതുപോലെ എനിക്ക് ഓൾറെഡി എനിക്കറിയാം ഞാൻ ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം കളയും. അപ്പം പിന്നെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. കുറച്ചു നേരം കയറാൻ തോന്നും, പിന്നെ അതിൽ തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ചില സമയത്ത്. ഇപ്പൊ കുറച്ചാൾ കൂടുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് കുറച്ചു നേരം നോക്കാൻ തോന്നും, പിന്നെ അത് കളയും. അങ്ങനെ 100% അന്ന് കളഞ്ഞിട്ട് ഇന്ന് വരെ ഇല്ല, അങ്ങനൊന്നും അല്ല. പക്ഷെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൊന്നും അങ്ങനെ സ്ക്രോൾ ചെയ്യുന്നൊരു ഇത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് തുടങ്ങിയില്ല, അങ്ങനെ പ്രശ്നമില്ല. പിന്നെ വാട്സപ്പിൽ ചെറിയ ചെറിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വല്ലപ്പോഴുള്ള കോൺവെർസേഷൻസ് ആണ്. അങ്ങനെ ടൈം അങ്ങനെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കാണും. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, ഇടയ്ക്ക് കുറച്ച് റിലാക്സേഷൻ. അതെ. പക്ഷെ സോഷ്യൽ മീഡിയ മീൻസ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന ഒരു നല്ല ഒരു ബ്രേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ അതിന്റെ ഈ റോജോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്റെ ഏജിലുള്ള ഒരാൾ അവിടെ എത്തി, ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളൊരു അവരുടെ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ എവിടെ എത്തിയില്ല എന്നുള്ളൊരു കമ്പാരിസൺ ചിലപ്പോൾ വരും. അപ്പം അതിലും ബെറ്റർ ആണ് നമ്മളെല്ലാം കളഞ്ഞിട്ട്. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് രണ്ട് അഡ്വാൻറ്റേജ്. ഒന്ന് നമ്മുടെ സമയം ലാഭിക്കും, പിന്നെ നമ്മൾ മെന്റലി ഡൗൺ ആവില്ല. അപ്പോഴും ഞാനൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഞാനൊക്കെ അന്ന് ഫേസ്ബുക്കിന്റെ ആളായിരുന്നു. ഞാൻ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ പറയാനുള്ള ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് ഇതിൽ കാണുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണ്, ആകെ ലോകം മൊത്തം പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ മെന്റലി ഡൗൺ ആയി പോകുന്നു. അപ്പൊ ഈ രണ്ട് അഡ്വാൻറ്റേജ് ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ ഞാൻ ഏറ്റവും വിചാരിക്കുന്നത് വെച്ചാൽ മൊബൈൽ ഞാനത് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈ അടുത്ത് ഞാൻ വൈഫുമായിട്ടൊരു ചെറിയൊരു ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മൊബൈലിൽ സ്ക്രീൻ ടൈം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ആവറേജ് സ്ക്രീൻ ടൈം 4.5 മണിക്കൂറാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും മൊബൈൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ പോലും എനിക്ക് ആവറേജ് സ്ക്രീൻ ടൈം ഒരു. അപ്പൊ നമ്മൾ നല്ല മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാൾ നോക്കിയാൽ മതി, ആ ദിവസത്തിന്റെ വലിയ മെജോറിറ്റി ഒരു സമയം ആ മൊബൈലിൽ വേസ്റ്റ് ആക്കി കളയില്ലേ. തന്നെ മോക്കടിക്കാനും മറ്റും ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 5-6 മണിക്കൂർ സ്ക്രീൻ ടൈം പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ കണ്ണൊക്കെ ഇപ്പൊ തന്നെ എന്തൊക്കെയായി. അല്ല, നമ്മൾ മോക്കടിക്ക് നോക്കാം, പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഇതൊന്നുമില്ലാതെ എനിക്ക് 4.5 മണിക്കൂർ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നു, അതിന്റെ കൂടെ 4.5 മണിക്കൂർ ഞാൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു പണിയില്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പല കുട്ടികളോട് നമ്മൾ ക്ലാസ്സിലൊക്കെ ചോദിക്കുന്ന ആവറേജ് എത്ര സമയം പഠിക്കുന്നു വെച്ചാൽ 4 മണിക്കൂർ 5 മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പണിയില്ലാത്ത, അത് വേറെ ജോലി ഇല്ല, അതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സമയം മുഴുവൻ ചിലപ്പോൾ ഈ ഒരു മൊബൈലിൽ അങ്ങനെ ആയിരിക്കും സ്പെൻഡ് ചെയ്ത്. നല്ല സമയം ലാഭമായിരിക്കും ഇത് ഒഴിവാക്കാൻ. കുറെ നോയ്സസ് ഒഴിവാക്കാൻ പറ്റും, കുറെ ടൈമും ലാഭമായിരിക്കും. ഏറ്റവും ബെറ്റർ നമ്മളെ കൺട്രോളിൽ കിട്ടുന്നില്ലെങ്കിൽ ചിലർക്ക് പറ്റുമായിരിക്കും കൺട്രോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രോൾ. അപ്പൊ അത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തോളാം. സമയം ഒരുപാട് ലാഭം കിട്ടും, അത് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അതാണ് അതിലൊന്നും കിട്ടാനില്ല. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ള ഉപകാരപ്പെടുന്ന ഒരു സാധനം കിട്ടാനുമില്ല. ഫോളോ ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ന്യൂസ് ക്ലിപ്പിംഗ് ഒക്കെ കിട്ടാൻ. പക്ഷെ അങ്ങനത്തെ ഒരു റീൽ കാണുമ്പോൾ ഒരു 9 റീൽ വേറെ ആയിരിക്കും നമ്മൾ. അപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബൊക്കെ പിന്നെ ക്ലാസ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വെറും ഷോർട്സും ഷോർട്സ് ഡാമേജ്. പക്ഷെ ക്ലാസ്സുകളൊക്കെ ഓഫ് ചെയ്ത് ഇടാം, അപ്പൊ അതും സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ഇനി നമ്മുടെ
ഈ ഒരു പ്രിപ്പറേഷൻ ജേണീൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്? സ്പെഷ്യലായിട്ടുള്ളതൊന്നുമില്ല. നമുക്ക് ഈ എല്ലാ വർഷവും നമ്മുടെ ഈ ന്യൂ ഇയർ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർഷത്തെ ഫോണിന്റെ ഗാലറിയുടെ റീക്യാപ്പ് വരില്ലേ. സാധാരണ എല്ലാ കൊല്ലവും ഏതെങ്കിലും ട്രിപ്പ് പോയ സ്ഥലങ്ങളോ എന്തെങ്കിലും സെലിബ്രേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത്തവണ വന്നത് മൊത്തം ഈ സ്ക്രീൻഷോട്ട്സ് ആയിരുന്നു. ഒന്നെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ ഡൗട്ട് അങ്ങോട്ട് ചോദിക്കുന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന്റെ ആ ഫുൾ റീക്യാപ്പിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കണ്ടപ്പോ സത്യം പറഞ്ഞ വിഷമമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ശരിക്കും പറഞ്ഞ സന്തോഷം, പക്ഷെ പുറത്ത് കാണിച്ചില്ല എന്നുള്ളത്. ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും അതൊരു മോട്ടിവേഷൻ. കാരണം നമ്മളൊരു വർഷത്തെ റീക്യാപ്പ് എടുക്കുമ്പോൾ അതിൽ മൊത്തം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫോട്ടോസ് അല്ലല്ലോ, അവർ മൊത്തം നമ്മൾ പഠിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞ പേപ്പറൊന്നും എടുത്ത് വലിച്ചെറിയാതെ സൈഡിലോട്ട് മാറ്റി വെക്കുക. കാരണം അത് മാറ്റി വെക്കുമ്പോൾ അത് നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെ ബണ്ടിലായി വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമുക്കൊരു മോട്ടിവേഷൻ. അതുപോലെ എഴുതിയ പേനകളൊക്കെ കളയാതെ സൈഡിലെടുത്ത് മാറ്റി വെക്കും. അങ്ങനെ കുറെ പേനകളൊക്കെ നമ്മളിങ്ങനെ മഷി കഴിഞ്ഞാൽ നമ്മൾ എഴുതി തീർത്ത പേനകളൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു റീക്യാപ്പിൽ മൊത്തം നമ്മൾ പോകുന്ന അത് കറക്റ്റ് ആണ്. അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇനി അടുത്ത റീക്യാപ്പിന് എനിക്ക് തോന്നുന്നു ചിലപ്പോ വേറെ കിട്ടിക്കഴിഞ്ഞുള്ള കാര്യങ്ങളാവട്ടെ. ആ വൈറ്റ് യൂണിഫോം ഇട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് എനിക്കൊന്നും യൂണിഫോം ഇല്ല, ഇൻകം ടാക്സിന് യൂണിഫോം ഇല്ല. റോജോനെ നമുക്ക് എന്തായാലും വൈറ്റ് യൂണിഫോമിൽ കാണാൻ പറ്റും. ഓക്കെ, ഡ്രൈവറാണെന്ന് പറയാണ്ടിരുന്ന ഇല്ല, തൊപ്പിടുമ്പോഴേക്കും മനസ്സിലായി. തൊപ്പിടാൻ നടക്കുമ്പോഴേ പ്രശ്നം. ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ അവസാന ഫേസിലോട്ട് കിടക്കാം. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡൗട്ട് എന്തായാലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അച്ചീവേഴ്സാണ്, നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ, പക്ഷേ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ഡൗട്ട്, നമുക്ക് കോൺഫിഡൻസ് ഉള്ളിലുണ്ടാവും, എന്നാൽ നമുക്കത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോഴും അതുപോലെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ പരീക്ഷ എഴുതാൻ പോകുന്ന നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ 2027 ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും, 26 എഴുതാൻ പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ആളുകളോട് എന്ത് അഡ്വൈസാണ് ഇപ്പോൾ കൊടുക്കുകയാണ് സാലി എന്ന് തോന്നുന്നു? ആക്ച്വലി ഇതൊരു എത്ര ഇൻ്റലിജൻ്റ് ആണ്, എത്ര അടിപൊളി സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതല്ല. നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചെടുക്കുക, ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കുക, റിവൈസ് ചെയ്യുക, മോക്കെടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്യുക. മോക്കെടുക്കുക എങ്ങനെയാണ് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക, പ്രോഗ്രാം ചെയ്യുക. നമ്മൾ സ്വന്തം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങ് പെർഫോം ചെയ്ത് കൊടുക്കുക, അത് പരിപാടിയുള്ളൂ. കുറേ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇത് ഭയങ്കര ഡ്രീം ആയിട്ട് തോന്നുന്നു. എൻ്റെ മുന്നിലാകെ ഈ ഒരു പരീക്ഷ വേദിയിൽ 176 ആൾക്കാർ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഞാൻ അത്ര ബ്രില്യൻ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എന്തായാലും ഇന്ത്യയിൽ 177 ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ആണ് ഇത് സംഭവം. സിലബസ് കവർ ചെയ്യുക, നോക്കെടുക്കുക, പ്രോഗ്രാം ചെയ്യുക. ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് എന്തായാലും നിർബന്ധമായിട്ടും വേണം. ഒരു ഹാർഡ് വർക്ക് എന്തായാലും വേണം. അതെന്തായാലും എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത്. മീൻസ് ബാക്കിയെല്ലാ നോയ്സും കട്ട് ചെയ്ത് ഇത് മാത്രമായി അങ്ങനെയൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഈ എക്സാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഒറ്റ സാധനം മതി, ആർത്തി മതി. ആ ഒരു അതിന് വേറെ നല്ല വാക്കൊന്നുമില്ല, ആർത്തി എന്ന് തന്നെ അതിന് പറ്റിയ വാക്ക്. ഈ പോസ്റ്റിനോടും ആ യൂണിഫോമിനോടും ഈ എക്സാമിനോടുള്ള ഒരു നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആർത്തി ഉണ്ട്. ബാക്കിയെല്ലാം പയ്യെ റെഡി ആയി വന്നോളൂ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിൽ മാറ്റർ ചെയ്യുന്നില്ല, നമ്മൾ എത്ര ബ്രില്യൻ സ്റ്റുഡൻ്റ് ആണ് അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമുക്ക് എന്തൊരു എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് എല്ലാം ഡിസൈഡ് ചെയ്യുന്നു നിങ്ങൾക്ക് എത്രത്തോളം ഇതിനോട് ആ ഒരു ക്രേസ് വേണമെന്നുള്ളത്. ആർത്തി അത് തന്നെ. കഴിഞ്ഞ സക്സസ് മീറ്റാന്ന് തോന്നുന്നു CBIയിലിട്ട് അജ്മൽ പറഞ്ഞ വാശിയും നമ്മൾ ഈ ഡിസിപ്ലിന് സക്സസ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ആർത്തിയും വാശിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതന്നെ കിട്ടുള്ളൂ. എത്തി. ഇപ്പൊ സാലി പറഞ്ഞ പോലെ ഒരു ഇന്റലിജൻസിന്റെ മാത്രം ഒരു പരീക്ഷയല്ല. ഇപ്പൊ സാലി പറഞ്ഞ പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഓൾ ഇന്ത്യ 62 റാങ്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ഞാൻ, കാരണം എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ആ ഒരു 6 ആൾക്കാർ വെച്ച് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ. പക്ഷേ പലപ്പോഴും ചില ഫാക്ടേഴ്സും കാര്യങ്ങളും നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളങ്ങ് എത്തുന്ന. പിന്നെ പലരും പറയണം സാർ ഭാഗ്യം ഭയങ്കരമായിട്ടും വേണമെന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ആർത്തി ഉള്ളവനെ ആ ഭാഗ്യം വരും. നിങ്ങൾക്ക് ആർത്തി കൊണ്ട് ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് കൂടെ വന്നോളൂ. ഹാർഡ് വർക്കിന്റെ കൂടെ ലക്ക് വരും. പല ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പല ഗ്രൂപ്പുകളിലൊക്കെ ഇത് മുഴുവൻ ലക്ക് ബേസിട്ടുള്ള ഒരു എക്സാം ആണ്, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് അങ്ങനെ പോകും. കഴിഞ്ഞ വർഷം കിട്ടാതായപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ലക്ക് ബേസ്ഡ് ആണ് എന്നൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു ഹാർഡ് വർക്ക് ഒരു ത്രഷോൾഡ് കഴിഞ്ഞാൽ പിന്നെ അത് ലക്ക് അവിടെ ചെറിയൊരു പെർസെന്റേജ് എന്തായാലും ലക്ക് ഉണ്ട്. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു ഫാക്ടർ ഉണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഇതെന്തോ ലക്കിൽ എഴുതി പോകുന്ന ഒരു പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം നമ്മൾ ചിലപ്പോൾ അത് ഇപ്പൊ പഠിക്കുന്ന ഒരാൾക്ക് ആ ലക്ക് അതിന്റെ കൂടെ അത് വരും. കാരണം നമ്മളത് കുറെ ആളുകളെ നമ്മൾ ഇതിനു മുമ്പ് അച്ചീവേഴ്സിനെ കാണും. അപ്പൊ കിട്ടാതിരിക്കുമ്പോൾ നമ്മളത് ലക്കാന്ന് വിശ്വസിച്ച് നടക്കുന്നതാണ് പ്രശ്നം തോന്നുന്നു അല്ലേ? അതിന്റെ റിസൾട്ട് എന്തായാലും വന്നോളൂ.
തീർച്ചയായിട്ടും. ഇപ്രാവശ്യം കമ്പ്യൂട്ടറിൽ ചെറിയൊരു ലക്ക് ഫാക്ടർ അൺഫെയർ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഒരു നമുക്ക് എങ്ങനെ പറഞ്ഞാൽ അൺഫെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു എക്സാമിന് ഇത്രത്തോളം കട്ടി കൂടിയ ഒരു കമ്പ്യൂട്ടറിന്റെ പേപ്പർ ചോദിക്കാൻ പാടില്ല എന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം കമ്പ്യൂട്ടർ നോളജ് നമുക്ക് വേണം, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് വേണം, ടൈപ്പിംഗ് വേണം. കാരണം ടൈപ്പിംഗ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് നമ്മൾ ആ ജോലി കയറുമ്പോഴേ മനസ്സിലാവും. കാരണം നമ്മളെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്കൊക്കെ ടൈപ്പിംഗ് അറിയുന്നതുകൊണ്ട് തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫയലൊക്കെ ടൈപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യും, നമുക്ക് അഡ്വാൻറ്റേജ് മനസ്സിലാവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് വേണതിന്റെ അപ്പുറത്തോട് ഇത്രയും ഹൈ ലെവൽ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള കുറെ ആളുകൾ ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത് ശരിയാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ലാവണ്യക്ക് എന്താ പറയാനുള്ളത്, ഇതുപോലെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? എനിക്കും ഇവര് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പം ഈ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള എല്ലാവരും ഏതെങ്കിലുമൊക്കെ പോയിന്റ് സ്വയം ഡൗട്ട് ചെയ്തവരാണ്. ഒരു പക്ഷേ എക്സാം എഴുതുന്നതിനിപ്പോൾ തലേ ദിവസം വരെ നമുക്ക് അറിയില്ല എന്താവും എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതുപോലെ ആ ജേർണിയിൽ നമ്മളിൽ വിശ്വസിക്കുക, നമ്മളെ നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മളെ മുകളിലോട്ട് പുഷ് ചെയ്യുന്ന ആൾക്കാരുടെ സറൗണ്ട് ചെയ്യുക. അതുപോലെ ഈ റോജ പറഞ്ഞ പോലെ വാശി വേണം, നമുക്കത് വേണം എന്നുള്ളൊരു എത്രമാത്രം നമ്മൾ എത്ര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ എഫേർട്ട് ഇടുന്നത്. ഇപ്പം ചിലരൊക്കെ ഇപ്പം ചോദിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയക്കും. അപ്പം ഞാൻ പറയും ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണ്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു നിങ്ങൾ ക്ലാസ് കണ്ടു എന്നും പറഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് ജോലി തരില്ല. അതൊരു നമുക്കിപ്പോൾ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇപ്പം ആണ് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ബാക്കി വർക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ വർക്ക് ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഒക്കെ എന്തായാലും വരും, അത് നാച്ചുറലാണ്. പക്ഷേ അത് വന്നു കഴിയുമ്പോൾ അങ്ങനെ ഇരുന്ന് പോകാതിരിക്കുക, അത് ആൾക്കാരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും തിരിച്ചു വരിക. നമ്മളിതിൽ ഇറങ്ങി തിരിച്ചു എന്തായാലും അത് നേടും എന്നുള്ളൊരു ഇതിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പം ലാവണ്യ പറഞ്ഞത് എനിക്കും പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല. ഇപ്പം നിങ്ങൾ വിജയിച്ച ആളുകളുടെ കഥ നമ്മൾ കേൾക്കുന്നു, എല്ലായിടത്തും കാണുന്നു. ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് 10 ആളുകൾ ഇത് വിജയിക്കാതെ പുറത്തുപോയ ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ പലപ്പോഴും എന്താ പറയുക, അതിൻ്റെ മുകളിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് റിസൾട്ട്. അപ്പോൾ എവിടെയും ജോയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നതുകൊണ്ടോ ഇവിടെ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ കിട്ടണമെന്നൊന്നും എല്ലാം നമ്മുടെ ഒരു ഹാർഡ് വർക്ക്. അതിൻ്റെ ഞാൻ പലപ്പോഴും പറയാനുള്ള ഹാർഡ് വർക്കിൻ്റെ മുകളിൽ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ പണ്ട് മുതലേ കേട്ടുള്ള സാധനം സ്മാർട്ട് വർക്കാണ് വേണ്ടത് എന്ത് വിജയിക്കാൻ എന്നുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം, ഹാർഡ് വർക്കിന്റെ മുകളിലുള്ള ഒരു സ്മാർട്ട് വർക്കും കാര്യങ്ങളും. നമുക്കിപ്പം എനിക്കിവിടെ വന്നപ്പോൾ എനിക്കൊരു ബേസ് കിട്ടി. അപ്പം ആ ബേസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണമെങ്കിൽ നല്ല ക്ലാസ് എടുക്കുക, എങ്ങനെയായാലും അത് ഓഫ്ലൈനോ ഓൺലൈനോ യൂട്യൂബിലോ എവിടെയായാലും. പക്ഷെ അതിന് മുകളിൽ നമ്മൾ എഫേർട്ട് ഇടണം. നമ്മളത് കണ്ടു ഇരുന്നുകൊണ്ട് മാത്രം കിട്ടില്ല. ഇപ്പം ഇവിടുത്തെ സാർ ചെയ്യാനുള്ള സാറിന്റെ ക്ലാസ് എടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സാറുമാർ ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു. രണ്ടും കൂടി ഇതായാലേ നമുക്ക് ആ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് എന്നല്ല അർത്ഥം. നമുക്ക് ഇപ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പഠിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നതാണ് ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഹാർഡ് വർക്കിൽ ഒട്ടും കുറവല്ല. നമ്മൾ ആ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ആ ഫോക്കസ് ഏരിയകളിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, പുഷ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല അതിനകത്ത്. അപ്പം ഇത് നിങ്ങൾ പറയുന്നത് കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അല്ലേ? നമ്മളൊരു കിട്ടിയവർക്കൊന്നും പറയാന്ന് അറിയില്ല. അല്ല, കിട്ടിയവർക്ക് പറയാന്ന് പറയുമ്പോഴും ഇപ്പം നിങ്ങൾ 3 പേരെയും പേഴ്സണലി ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനിലായിട്ട് നമ്മൾ നേരിട്ട് അറിയുന്ന ആളുകൾ. അപ്പം നിങ്ങളൊക്കെ ഇരുന്ന ഹാർഡ് വർക്ക് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സാലി ആയാലും സാലി നമ്മുടെ ബാച്ച് 1 ആണ്, പക്ഷേ ബാച്ച് ആണൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്ന് വെച്ചാൽ പലപ്പോഴും പല കുട്ടികളുടെ ഹാർഡ് വർക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇവർ എത്തുമോ ഇല്ലയോ. അങ്ങനെ ചെയ്യുന്ന എല്ലാവരും എത്തുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളെ എത്തുന്നുള്ളൂ. ചില കുട്ടികൾ അവരൊരു എഫേർട്ടോ കാര്യങ്ങളോ, പല കുട്ടികളും ഞാൻ പല ക്ലാസ്സിലും കണ്ടിട്ടുണ്ട് ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും. നമ്മളൊരു ചോദ്യമൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പറയുമ്പോഴേക്കും അവർ ഭയങ്കര റിപ്ലൈ ഒക്കെ തരും. പക്ഷെ അത് അവരുടെ ആ ഒരു ടാലൻറ്റ് മാത്രം. പക്ഷെ അതിന്റെ മുകളിൽ അവർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് മാർക്ക് വെക്കുമ്പോൾ മെയിൻസിന്റെ പ്രിലിംസിന്റെ മാർക്ക് വെറും 100, 110 ഉണ്ടാവും. അത് അവർ ടാലന്റിന് കിട്ടുന്ന മാർക്കാണ്. അതിന്റെ അപ്പുറത്തോട്ട് അവർ വർക്ക് ചെയ്തതിന് മാർക്ക് കിട്ടാതെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് സാരി പറഞ്ഞു, ഒരു ലിമിറ്റിനപ്പുറം ടാലന്റ് അവിടെ തീരും. കാരണം എല്ലാവരും തന്നെ ആ ഒരു മിനിമം ടാലന്റ് ലെവലുള്ളവരായിരിക്കും. ഇപ്പോൾ Tier 1 ഒക്കെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യുന്ന Tier 2 വരുമ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് തന്നെയാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ആ സ്റ്റക്കായിട്ടൊരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഒരു 110 to 130 ഇങ്ങനെ പ്രിലിംസിന് മാർക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു. അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് Tier 1 കഴിഞ്ഞിട്ടായിരുന്നു. Tier 1 കഴിഞ്ഞിട്ട് അപ്പോഴാണ് Tier 2 മോക്കുകൾ എടുത്തു തുടങ്ങുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് എടുക്കുന്നത്. എന്ത് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന Tier 1 കിട്ടിക്കൊണ്ടിരുന്ന പെർസെൻറ്റേജിലൊന്നും Tier 2 മോക്കുകൾക്കില്ല. അപ്പം ഞാൻ സാറിന് ഒന്ന് കാണുന്നുണ്ട്, സാർ ഈ വർഷം ക്ലിയർ ആവുന്ന ഉറപ്പൊന്നുമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, എന്തായാലും ഇതിലോട്ട് ഇറങ്ങി. പിന്നെ മോക്കടിച്ചടിച്ച് Tier 2 എക്സാമിന് ഒരു മാസം മുമ്പൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് സ്റ്റേബിളായി തുടങ്ങി. പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ വിജയിച്ചവരുടെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഞാൻ ആദ്യം പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇവരുടെ കഥകളും സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് ഇവർ ടോപ്പേഴ്സാന്ന് വെച്ചിട്ട് നിങ്ങൾ അതുപോലെ എടുക്കേണ്ട ആവശ്യമില്ല, തള്ളിക്കളയുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് സ്ട്രാറ്റജി കാര്യങ്ങൾ ഉണ്ടാക്കി ഇവർ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന ഹാർഡ് വർക്ക്. അത് തന്നെയാണ്
ഹാർഡ് വർക്ക്, നന്നായിട്ട് വർക്ക് ചെയ്യുക, നമ്മളിൽ സ്വയം വിശ്വസിക്കുക, ഈ പറഞ്ഞ പോലെ ആർത്തി ഉണ്ടാവുക, വാശി ഉണ്ടാവുക, എന്നാൽ മാത്രമേ ജോലി, എത്രത്തോളം നമുക്ക് ഈ ജോലി വേണം എന്നുള്ളതാണ്, എത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മൾ ഈ എക്സാം ക്ലിയർ എന്നുള്ളതിൻ്റെ. അല്ലാതെ നമ്മൾക്ക് ഇനി ഒരുപാട് അറ്റംപ്റ്റ് മുന്നിലുണ്ട്, പതുക്കെ പതുക്കെ നോക്കാമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല വിലപ്പെട്ട ഇവരുടെ ആ ഒരു ലൈഫിലെ ഒരു പ്രൈം ഇയേഴ്സാണ് പലപ്പോഴും 1, 2, 3 വർഷമൊക്കെ ആണെങ്കിൽ ഇതിൽ കളയുന്നത്. പക്ഷെ അതിനൊരു വെറുത്ത ഒരു റിസൾട്ട് അവസാനം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു നല്ലൊരു യൗവനം എന്ന് പറയുന്ന ഈ ഒരു സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ എന്താ പറയുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ 1-2 വർഷം നമ്മൾ വേസ്റ്റ് എന്നല്ല, നമ്മളിതിന് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് അവസാനം കിട്ടുന്നുള്ളതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളുകളാണ് ഈ 3 പേരെന്ന് പറഞ്ഞാൽ. എക്സാം ക്ലിയർ ചെയ്തു എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ട് ഞാനെപ്പോഴും പറയുന്നത് നല്ല ടോപ്പ് റാങ്കിൽ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങൾ ഗവൺമെൻറ് സർവീസിലോട്ട് കയറാൻ പോവുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി വളരെ വലിയ, നമ്മൾ പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ സീരിയസ് ഒന്നും മനസ്സിലാവില്ല, കാരണം നിങ്ങൾ കയറാൻ പോകുന്നത് അത്രയും വലിയ പോസ്റ്റുകളിലോട്ടാണ്. ഒരുപാട് നല്ല നിങ്ങളുടെ വേൾഡ് നല്ല റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് വെച്ച് തരാൻ പോവുകയാണ്. അപ്പോൾ അത്രയും നല്ല റെസ്പോൺസിബിലിറ്റി, നല്ലൊരു ഗവൺമെൻറ് സർവൻസ്, പബ്ലിക് സർവൻറ്റ് നമ്മുടെ ഡെഫിനിഷൻ, നല്ലൊരു പബ്ലിക് സർവൻസ് ആവാനും നല്ല ജനങ്ങളെ സേവിക്കാനും നാളെ നാഷൻ ബിൽഡിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക്സ്.